ഉയർത്തിപ്പിടിച്ചാട്ടെ. സഹോദരന്മാർ എത്രത്തോളം കരങ്ങൾ ഉയർത്താൻ പറ്റുമോ അത്രത്തോളം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. സഹോദരിമാർ ദൈവത്തിന്റെ കൈ ഉയർത്തിയോ കരങ്ങൾ മലർത്തിപ്പിടിച്ചുകൊണ്ട്, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. എല്ലാ അതരങ്ങളും തുറന്ന് അല്പസമയം സ്തോത്രം ചെയ്താട്ട് വലിയ മഹത്വം എന്ന് പകലിനകത്ത് വെളിപ്പെടുവാൻ, വലിയ തേജസ്സിന്റെ പകൽ വെളിപ്പെടുവാൻ ആ കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്ന് ചാർത്ത് പിടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ട്, തകർത്തിരി മുഴക്കം പോലെ സ്വർഗത്തിൽ കേട്ടതുപോലെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, അല്പസമയം എല്ലാ അതരങ്ങൾ തുറന്ന് അന്യഭാഷയിൽ കർത്താവോട് സംസാരിച്ചാട്ട്, അന്യഭാഷയുള്ളവരില്ല അന്യഭാഷയിൽ അല്പസമയം സ്തോത്രം ചെയ്താട്ട് അതരങ്ങൾ തുറക്കുക. ദേഹി ആത്മാവിൽ സാന്നിധ്യം വ്യാപരിക്കട്ടെ. റഹമാനസി ശതിരിയാമോറോ ഖൽഖമാന ബൗഷാതുറോ റോഗദസി റാതേനിയാലോ ബൗഷതുറോ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുര്യമാ. ആരാധന 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 യേശുവിനാരാധന. അകരോത് വീശി ആരാധന 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 യേശുവിനാരാധന. ജീവനെ സ്വന്തമേ അങ്ങേ വാങ്ങി. രണ്ട് കൈ ആർത്ത് വിളിച്ചാരാധന ആരാധന 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 യേശുവിനാരാധന. ഓ ആരാധന ഓ ആരാധന ആരാധന യേശുവിനാരാധന. ഞങ്ങൾ സിസ്റ്റം എല്ലാം ഓഫ് ചെയ്ത് തരാം. നിങ്ങൾ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് അകക്കണ്ണുകൾ തുറന്ന് കർത്താവിനെ തൊട്ടൊന്ന് പാടിക്കുക. ആരാണ് എന്നെ തൊട്ടത് എന്ന് ചോദിക്കത്തക്ക നിലവാരത്തിൽ അവരിന്റെ നടുവിലുണ്ട്. എത്ര പേർ തിരിച്ചറിയുന്ന കർത്താവിനെ വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം ഈ ഹോളിനകത്ത് വെളിപ്പെടുന്നുണ്ട്. നീ വീട്ടിൽ ഇറങ്ങിയപ്പോൾ അല്ല, നീ ജനിച്ചന്ന് മുതൽ നിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. എന്തോ എനിക്കറിയത്തില്ല, അസാധാരണമായൊരു മഹത്വം, ഒരു ഗ്ലോറി സോൺ ഈ മുറിക്കകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരും കണ്ണടച്ച, എന്നെ നോക്കരുത്, അടുത്തിരിക്കുന്ന ആളിനെ നോക്കരുത്. ഇവിടെ നീയും കർത്താവ് മാത്രമേ ഉള്ളെങ്കിൽ നിനക്ക് എന്താ ചെയ്യാൻ തോന്നുന്നത്? നിനക്ക് അവനെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ടോ? അവന്റെ കാലുകൾ കിടക്കാൻ തോന്നുന്നുണ്ടോ? ആ മുറിഞ്ഞ കയ്യിൽ ഉമ്മ വയ്ക്കാൻ തോന്നുന്നുണ്ടോ? നീ എനിക്ക് വേണ്ടി ശ്രമിച്ചു ഓർക്കുമ്പോൾ, നീ എനിക്ക് വേണ്ടി ഏറ്റ തുമ്പപ്പാടുകൾ ഓർക്കുമ്പോൾ, ഞാനാണെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ചു കൊടുക്കും. അവന് മുറിഞ്ഞ മുറിപ്പാടുകളെല്ലാം ഞാൻ ആലിംഗനം ചെയ്യും. അത്രയ്ക്ക് ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കരകളെ ഉയർത്തിപ്പിടിച്ചു ആ മഹത്വത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നു. ശരീരത്തിൽ ആ സാന്നിധ്യം തിരിച്ചറിയുന്നവര് ഒന്നിച്ച കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
യേശുവിന് നന്ദി പറഞ്ഞാട്ട് അതിന്റെ പൂർണ്ണനായവനാണ് ഇവിടെ വന്നിരിക്കുന്നത്. യോഹന്നാൻ പത്മോസിൽ ഒറ്റയ്ക്ക് കിടക്കുക. കൂട്ടിന് ആരാധിപ്പാൻ എഫെസോസിൽ ഉണ്ട് ധാരാളം വിശ്വാസികൾ. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ചർച്ച് എഫെസോസിലെ സഭയായിരുന്നു. 2000-3000 പേര് കൂടെ എഫെസോസ് സഭ ലീഡ് ചെയ്ത് തുടങ്ങാൻ ഒരാളില്ല. ജനങ്ങളെല്ലാം ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. അവരുടെ പാസ്റ്ററെ നോക്കുക. എവിടെ പോയി നമ്മുടെ പാസ്റ്റർ? എവിടെ പോയി? നിങ്ങൾ അറിഞ്ഞില്ല, ഇന്നലെ ഡോമിഷൻ ചക്രവർത്തി നാട് കടത്തി. വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് അവനെ കൊല്ലാൻ നോക്കിയിട്ട് അവൻ ചത്തില്ല. അവനെ നാട് കടത്തി. പത്മോസിൽ ഒറ്റയ്ക്ക് യോഹന്നാൻ മുട്ടുമടക്കുമ്പോ സ്വർഗ്ഗം ഇറങ്ങി വരിക. നൂറുകണക്കിന് ആളുകൾ ഇരുന്ന് ആരാധിക്കുന്നിടത്ത് വരുന്നതിലും എന്റെ അപ്പനിഷ്ടം ഒറ്റയ്ക്ക് നിലവിളിക്കുന്ന യോഹന്നാന്റെ അടുക്കൽ ഇറങ്ങി വരാൻ വേണ്ടിയാണ്. സ്വർഗ്ഗം തുറക്കുന്ന കാഴ്ച കാണുന്നവർ രണ്ട് കൈ അടിച്ചോ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ച നിനക്ക് മീതെ സ്വർഗ്ഗം തുറക്കുകയാണ്. അല്പം മുമ്പ് അഭിഷേകം പറഞ്ഞൊരു വാക്ക്, യുവതലമുറ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്ത് കാണണം. ദൈവത്തെ അറിയാത്ത ഒരു തലമുറയുണ്ട്, എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറ. കൈയടിച്ച അന്യഭാഷയിൽ അല്പസമയം ആരാധിച്ച് എല്ലാവരും വെറുതെ ഇരിക്കാതെ രണ്ട് കൈയും ഒന്ന് ചേർത്തടിച്ച് അതൊക്കെ പൂർണ്ണനായ കർത്താവിനെ ഈ ആരാധന തുടക്കം മുതൽ വെളിപ്പെട്ടു വരുന്ന ദൈവസാന്നിധ്യം ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ യേശുവിന്റെ ആലയത്തിനകത്ത് ഇറങ്ങി വന്ന ദൈവമഹത്വം അർപ്പോസിന്റെ മാളികകളിൽ തുടക്കം കുറിച്ച പരിശുദ്ധാത്മാവിന് ചലനരംഗത്ത് വെളിപ്പെടുക. അസ്ഥികളോട് പോരാടുന്ന രോഗബന്ധനങ്ങൾ ഇപ്പോൾ അടിഞ്ഞുകൊണ്ടിരിക്കുന്നു. കൈയടിക്കാൻ കഴിയാതെ, കൈ ഉയർത്താൻ കഴിയാതെ, പാതുരം ആരാധിക്കാൻ കഴിയാതെ ഈ പകൽ ബന്ധനത്തെ ശാസിക്കുക. കൈ അടിക്കുന്ന കൈയടിച്ച പുള്ളി ചാരണങ്ങൾ അങ്ങനെ ഞങ്ങളുടെ നടുവിൽ വന്നതുകൊണ്ട് അങ്ങനെ ഞങ്ങളുടെ നടുവിലൂടെ നടക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ബലഹീനമുണ്ട്, രോഗികളുണ്ട്. ഇന്നങ്ങ് അവരെ തുടങ്ങുന്നു. കൊട്ടകളുമായി വന്ന ശിഷ്യന്മാരുടെ തലയിൽ നിറക്കൊട്ടകൾ കൊടുത്തുവിട്ടതുപോലെ ബെന്യാമിന്റെ ചാക്കിനകത്ത് രാജാവ് കുടിക്കുന്ന പാനപാത്രം വെച്ചു കൊടുത്തതുപോലെ ഞങ്ങളുടെ ചാക്കുകൾ നിറയട്ടെ. ഞങ്ങളുടെ നടുവിൽ അയച്ച അഭിഷക്തരെ ഇന്നുവരെ ഉപയോഗിക്കാത്ത നിലവാരത്തിൽ അത് ഉപയോഗിക്കണമേ. തന്നെ ഒന്നിജരാമൻ പറഞ്ഞത് കൈ കൊടുത്തൊരു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞത്. സുഖമാണോ ജോയ്? സുഖമാണോ? എല്ലാവർക്കും അങ്ങോട്ടും കൈ കൊടുത്തിട്ട് സുഖമാണോ? ഇവിടെ നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ കണ്ടത് പ്രിയതയുടെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും സുഖമായിരിക്കണം. എപ്പോഴും മനസ്സ് കുളിർമയോടിരിക്കണം, സന്തോഷത്തോടിരിക്കണം. അമ്മയും കഴിഞ്ഞ ദിവസം നടന്ന എല്ലാ കച്ചവടത്തിലും പൊട്ടിപ്പോയി എന്നുള്ള രീതിയിലിരിക്കാതെ കർത്താവ് ജയം തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചേർന്ന് പാടി ആരാധിക്കുമ്പോൾ കൈ താളം കൊട്ടി ആരാധിക്കണം, കൈ അടിച്ച് ആരാധിക്കണം. കൈ അടിക്കാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സമയത്ത് കൈയുടെ ബന്ധനങ്ങൾ കർത്താവ് അഴിച്ചിരിക്കും. അമ്മയിൽ ശബ്ദം എടുക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി, സൗഖ്യം കർത്താവ് തരും. എന്തോ ആരാധനയിൽ ഒരു വിടുതൽ എന്ന് പറഞ്ഞ കർത്താവ് പകരാൻ പോവുകയാണ്. അവൻ ഒരു പാട്ട് ചേർന്ന് പാടി ആത്മാവിൽ ആരാധിക്കുക. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിൽ എന്തുതി. കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം ശക്തിയോട് നിങ്ങളാണ് ആരാധിക്കേണ്ടത്. മൈക്കൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടേക്കണം. അഭിഷേകം വരുമ്പോൾ മൈക്കൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പൊട്ടിച്ചു കളയല്ലേ, മാറ്റിയെ കൊണ്ട് വെച്ചിട്ട് കൈയടിച്ച് ചേർന്ന് പാടി. ആത്മാവ് കീബോർഡൊക്കെ വായിക്കുന്ന പോലെ ആത്മാഭിഷേകം വന്നാൽ ആത്മാവിൽ ആരാധിക്കണം. കീബോർഡൊക്കെ വിട്ടു വന്നേക്കണം. ചേർന്ന് പാടി ആത്മാവിൽ നിറഞ്ഞ് നമ്മുടെ കർത്താവിനെ ആരാധിക്കണം.
Oh
വലിയ ഭാരത്തോടാണ് ഇങ്ങോട്ട് വന്നത്. ഒത്തിരി ദുഃഖത്തോടാണ് നീ വന്നത്. തിരിച്ചതിനെ സന്തോഷത്തോട് മടങ്ങിയേക്കുന്നത് ദൈവം. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കുന്ന ഒരു ദൈവം തപ്പത ദൈവമാണ്. അല്പമേ ഉള്ളോ അത് അവന്റെ കയ്യിൽ കൊടുക്കും, അധികമാക്കി തരാം. ഇത് കർത്താവ് തരുന്നൊരു ദൂത്. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കുന്ന ഒരു കരം ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വർഷത്തിന്റെ ആദ്യം പറഞ്ഞ പ്രവചന ദൂതുകൾ ഈ വർഷത്തിന്റെ അവസാന സമയത്ത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. പറയാൻ പറയുന്നു, ആദ്യം ആരംഭം മുതൽ അവസാനം വരെ കർത്താവ് കൊണ്ടുപോയിരുന്നില്ലേ. ഈ മാസത്തിന്റെ ഒടുവിലത്തെ ഞായറാഴ്ച കൊണ്ടുപോയിരിക്കുക. ഒത്തിരി സങ്കടമുള്ള ഒരു മാസമായിരുന്നു.
ഒത്തിരി വെല്ലുവിളികളുള്ളൊരു മാസമായിരുന്നു, ഒത്തിരി പോരാട്ടങ്ങളുള്ളൊരു മാസമായിരുന്നു, പക്ഷെ ഒത്തിരി അഭിഷേകമുള്ളൊരു മാസമായിരുന്നു. ഒരുപാട് മീറ്റിംഗിൽ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചൊരിഞ്ഞു, സൗഖ്യങ്ങളും വിടുതലുകളും കർത്താവ് ചൊരിഞ്ഞു. കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്താണ് പ്രാർത്ഥന? ദൈവത്തോട് സംസാരിക്കുക. എല്ലാ സങ്കടങ്ങളും ഭാരങ്ങളും ഇറക്കി വെക്കാൻ പറ്റിയൊരിടം അവന്റെ പാതയിടും. സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ, നീ വേറെ ആരോടെങ്കിലും പറഞ്ഞ അവർ പറഞ്ഞു നടക്കും, പക്ഷെ അവനോട് പറഞ്ഞാൽ അവൻ ആരോടും പറയും. അവൻ നിന്റെ ആകത്തുക അറിയാം. നിന്റെ ആകത്തുക അവൻ അറിയാം. അവനെ കാണിച്ചു ആന്തരിക സൗഖ്യങ്ങളിനകത്ത് വെളിപ്പെടുന്നു. ആരോടും പറയാൻ കഴിയാതെ കൊണ്ടു നടക്കുന്ന ചില രോഗബന്ധനങ്ങൾ എന്റെ സഭായുഗത്തിൽ കർത്താവ് ഉറപ്പു തരിക. ഞാൻ എന്റെ ജനത്തെ സൗഖ്യമാക്കുന്ന പോകുകയാണ്. ഞാൻ മുറിവേറ്റത് നിങ്ങൾ മുറിയാൻ വേണ്ടിയല്ല, ഞാൻ തകർക്കപ്പെട്ടത് നിങ്ങൾ തകർക്കപ്പെടാനല്ല, ഞാൻ ഉടയപ്പെട്ടത് നിങ്ങൾ ഉടയാനല്ല. എവിടെ നിങ്ങൾ തകർക്കപ്പെട്ടോ, എവിടെ നിങ്ങൾ ഉടയപ്പെട്ടോ, ആ പട്ടണത്തിലൂടെ തന്നെ ഞാൻ നിങ്ങളെ മാനിക്കുമെന്ന് അറിയാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. വലിയ മഹത്വത്തിനകത്തുണ്ട്. പ്രാപിച്ചോണം കേട്ടോ. വെറുതെ പോകുന്ന ഇന്ന് എന്തോ എനിക്കറിയില്ല, അസാധാരണമായ ഒന്നാണ് ഇതിനെ നടുവിൽ വെളിപ്പെട്ടു നിൽക്കുക. ആ മഹത്വം കൈനീട്ടി തുറന്നുള്ള ശുശ്രൂഷനെ വഹിച്ചുകൊണ്ട് ബ്രദർ അജി ഇപ്പോൾ ശബ്ദത്തിൽ പ്രാർത്ഥിക്കും. അടുത്തിരിക്കുന്ന ആളിന്റെ കൈവിടുത്തെ ഒരു കൈവിടരുത്. അവരുടെ കണ്ണിലേക്ക് നോക്കി സൂക്ഷിച്ച് പേടിപ്പിക്കാനല്ല, കണ്ണിലേക്ക് സ്നേഹത്തോട് നോക്കിയിട്ട് ഇന്ന് ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെന്നതാണ്. സന്തോഷത്തോടെ ഇരിക്കാൻ പറഞ്ഞു. ആമേൻ. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, എഴുന്നേറ്റ് നിന്ന് ചേർന്ന് പാടി ആത്മാവിൽ ആരാധിക്കാം. ആരിലും ആരാധ്യൻ നീ, രാജാതി രാജാവ് നീ. പാടിപ്പോയിട്ട് വളരെ അർത്ഥമുള്ള വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ചേർന്ന് പാടി ആത്മാവിൽ ആരാധിക്കാം. കരങ്ങളൊന്ന് ചേർത്തടിച്ചത് ഒറ്റത്താളം കൊട്ടി
സന്തോഷത്തോടെ കൈയുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ രാജാവ് ആരാണ്? നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് ആരാണ്? നമ്മുടെ ഈശോ. രാജാതി രാജാവും കർത്താതി കർത്താവും ഒക്കെ ആരാണ്? കർത്താവ് നമുക്കുള്ളത് കൊണ്ട് കർത്തൃത്വം അവൻ നടത്തും. നീ വീടിനകത്ത് പുകഞ്ഞ അസ്വസ്ഥതയുമായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഇരുന്നത്. കർത്താവ് എന്നെ കാണിച്ചു, പറയുന്നു നിന്റെ വീടിന്റെ നാഥനായി കർത്താവായി മുഴുവൻ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. ചുമട് നിങ്ങൾ ഒത്തിരി സഹിച്ചു, മടുത്തു, വയ്യ എന്ന് തോന്നുന്ന ഒരു അന്തരീക്ഷത്തിൽ മുന്നോട്ട് ഒരു കാലം വെപ്പാൻ കഴിയാതെ വണ്ണം പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകുന്ന കർത്താവ് പറയുകയാണ്, നിന്റെ വീടിന്റെ ഉത്തരവാദിത്തം അവൻ ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ കൈ ഒന്ന് ഉയർത്തി ഒന്നിച്ചൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. കർത്താവാണ് എന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ളവർ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും വിശ്വനാഥനും. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും വിശ്വനാഥനും. ഒരു മിനിറ്റ്. കർത്താവ് രാജാവാണെങ്കിൽ നിന്റെ വീടിന്റെ ഉത്തരവാദിത്തം അവൻ എടുത്തെങ്കിൽ പിന്നെ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് നിൽക്കരുത്. എല്ലാ ഭാരവും ഏറ്റെടുക്കാം. രാവിലെ നിങ്ങളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു. മോദിജി അയച്ച മെസ്സേജാ. നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് അദ്ദേഹം എഴുതിയിട്ട് നിങ്ങളുടെ വീടിന്റെ മുഴുവൻ കാര്യവും ഇനി വിഷമിക്കേണ്ട, ഞാൻ ഏറ്റെടുത്തോളാം, നിങ്ങളൊന്നും ഒത്തിരി കഷ്ടപ്പെടണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുക. ആ പുള്ളിക്ക് ഒരു പണിയില്ലെന്നാണ് പറയുന്നത്. ഉത്തരവാദിത്തമുള്ള ഒരാളാണ് പറഞ്ഞത്. ഏറ്റെടുത്തെങ്കിൽ അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഉത്തരവാദിത്തമുള്ള ഒരു കർത്താവ് പറയും, നീ ഭയപ്പെടേണ്ട, നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ ചിലത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും വിശ്വനാഥനും. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും വിശ്വനാഥനും. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും വിശ്വനാഥനും. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും വിശ്വനാഥനും.
രണ്ട് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ കൂട്ടത്തിൽ നിങ്ങളെ ഉയർത്തിയ നിങ്ങളുടെ ബൈബിളോടൊന്ന് ഉയർത്തിപ്പിടിച്ച്. നിങ്ങൾ ഉയർത്തിയ ബൈബിളാണെങ്കിൽ അതിനകത്ത് വാഗ്ദത്തങ്ങളാണെങ്കിൽ അതോടൊന്ന് ഉയർത്തിപ്പിടിച്ച്. ഇതുപോലെ ദൈവം വീണ്ടും നിന്നെ ഉയർത്താൻ പോകുന്നു. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ആ കൈകൾ ഉയർത്തി ആ ബൈബിൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ദൈവവചനം ജീവനും ശക്തിയുമാണ്. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുമെന്ന. വീട്ടിൽ അതിഥികൾ വന്നാൽ അവർക്ക് വേണ്ട സീറ്റ് കൊടുക്കുക. അറിയാം, നീ ഇതിനെ മുന്നിൽ കയറിയിരിക്കുന്നത്, നീ പുറകെ പോയിരിക്കുക. എന്റെ വീടാ, എന്റെ പ്രാണപ്രിയനാ, എനിക്ക് അവന്റെ കാൽക്കലിരിക്കാനാണ് ഇഷ്ടം. അടുക്കളവാതിക്ക് നിന്നൊരു സഹോദരി കൈകാലൊക്കെ കാണിക്കുന്നു. കർത്താവേ, അവളെ ഇങ്ങോട്ട് എഴുന്നേപ്പിച്ചു വിട്. മീറ്റിംഗ് കഴിയുമ്പോൾ ഫുഡ് കൊടുക്കണ്ടേ? കർത്താവ് നോക്കിയപ്പോ ഏതാ വലുത്? ഫുഡ് കഴിക്കുന്നതാണോ? അല്ല, അവൾ നല്ല അംശമാണ് തിരഞ്ഞെടുത്തത്. നീ നല്ല അംശം തിരഞ്ഞെടുത്തതിന്റെ പേരിൽ ആരെങ്കിലും നിനക്ക് വിരോധമായി നിൽക്കുന്നെങ്കിൽ ഇന്നും പകൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക. തീ വീണ് കറ്റക്കൂമ്പാരമോ വയലോ കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ആ തീയിട്ടവൻ അതിന് ഉത്തരവാദിയാണെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ തീ വീണ് എന്തെങ്കിലും നഷ്ടം വന്നെങ്കിൽ അതിന് ഉത്തരവാദി അവൻ തന്നെയാണ്. ആ കൈകളുള്ള ബൈബിൾ ഉയർത്തിപ്പിടിച്ചു. എത്ര വർഷമായി? 5 വർഷമായി. എത്ര വർഷമായി? 2 വർഷമായി. എത്ര വർഷമായി? 10 വർഷമായി. 10 വർഷങ്ങളുണ്ടായ മാറ്റം വലുതല്ലേ? എങ്കിൽ അവൻ വരാൻ താമസിച്ചാൽ അത് അടുത്ത തലമുറയുടെ ഒരു മാറ്റം നീ കാണാൻ പോവുകയാണ്. അടുത്തൊരു സീസൺ സഭയ്ക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോവുകയാണ്. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുന്ന തന്റെ വിശുദ്ധ നമ്മുടെ ജീവനാ. യേശുവിൻ ദിവ്യമാമുപദേശ, യേശുവിൻ ദിവ്യമാമുപദേശ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. നമുക്കെല്ലാവരും കൂടെ ചേർന്ന് 27-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി കർത്താവിനെ ആരാധിക്കുക. 27-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി കർത്താവിനെ ആരാധിക്കുക. യഹോവ എന്നെ വിളിച്ചു, എന്റെ ലക്ഷ്യമാകുന്നു, ഞാനാരെ ഭയപ്പെടും. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാനാരെ പേടിക്കും. സൈന്യത്തിന്റെ നിറപ്പാളെ പറഞ്ഞാൽ എന്റെ ഭദ്രതയെ ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും. അനർത്ഥ ദിവസത്തിൽ അവൻ എന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഞാൻ ഉറക്കം വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമറിയണമേ. എന്റെ മുഖം എനിക്ക് മറക്കരുത്. അടിയനെ കോപത്തോട് നീക്കിക്കളയരുത്. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുത്, എന്നെ ഉപേക്ഷിക്കരുത്. നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ മുത്തുനേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. അടുത്ത വാക്യം എന്നോട് ചേർന്ന് വായിക്കുക. നമ്മുടെ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാകിയ സ്തോത്രം ചെയ്യാം. അവൻ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തത് കൊണ്ട് സ്തോത്രം ചെയ്യാം.
അവനെ മഹിമാവിക്കുന്നതിന് തക്കവണ്ണം സ്തോത്രം ചെയ്യാം. തകർത്തേടി മുഴക്കം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, തിരുവെള്ളത്തിന്റെ രക്ഷി പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, സൈനികന്മാർ വീണ വീട്ടുന്നത് പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. ഇവിടിരിക്കുന്ന മുഴുവൻ ആളുകളും വാ തുറന്ന് ഒന്നിച്ച് ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കേണ്ടതിന് വായടച്ച് നിശബ്ദമായി ദൈവത്തെ കാത്തു നിൽക്കാം. ചീഞ്ഞ അഴുകി തുടങ്ങി, ദുർഗന്ധം വമിക്കുന്നുണ്ട്. ഒരു കല്ല് നീക്കണ്ട, ചീഞ്ഞഴുകിയ വിഷയം, മറുപടി കിട്ടത്തില്ലെന്ന് 100 പേര് പറഞ്ഞ വിഷയം സ്വർഗം നിനക്ക് വേണ്ടി ഉത്തരം തരാൻ പോകുന്നു. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഒരു കാഴ്ച, നൂറുകണക്കിന് പ്രാക്കൾ പറന്നിറങ്ങുകയാണ്. ഇവൻ ആരാണെന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരം പരിശുദ്ധാത്മാവിൽ പ്രാവ് പോലെ ഇറങ്ങി വന്നെങ്കിൽ നീ ആരാണെന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം ദൈവം തരാൻ പോവുകയാണ്. മറുപടി കിട്ടാത്ത 100 ചോദ്യങ്ങൾ നിന്റെ മുമ്പിലുണ്ട്. ഞാനതിന് ഉത്തരം തരുന്ന ദൈവമാണ്. തകർന്നതിനെ ഞാൻ പണിയും, മനുഷ്യൻ പൊളിച്ചതിനെ ഞാൻ വീണ്ടും കെട്ടും, ഓടിച്ചവരുടെ മുമ്പിൽ ഞാൻ നിങ്ങളുടെ ശിരസ് ഉയർത്തും. എവിടെ നീ തകർക്കപ്പെട്ടോ, എവിടെ നീ ഉടയപ്പെട്ടോ, ആ പട്ടണത്തിൽ തന്നെ ഞാൻ നിന്നെ മാനിക്കും. ചതഞ്ഞ ഓട ഞാൻ ഒടിക്കത്തില്ല, പുകയുന്ന തിരിയെ ഞാൻ കെടുത്തത്തില്ല. ദിവസങ്ങളിൽ ആളി കത്തത്തക്കവണ്ണം നിന്റെ വിളക്കിൽ ഞാൻ എണ്ണ പകരുന്ന ദൈവമാണ്. കെടുന്നത് കാണാൻ കാത്തിരിക്കുന്നവർ ഒത്തിരിയുണ്ട്. നിന്റെ പ്രാർത്ഥന ശബ്ദം നിൽക്കുന്നത് കാണാൻ കൊതിയോടിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവരുടെ വലുവിൽ അതിനെ മാനിക്കുന്ന ദൈവമാണ്. ഒരു ശബ്ദം മാറ്റി വെക്കരുത്. ഭയപ്പെട്ട നീ ഉൾമുറിയിലേക്ക് ഉൾവലിഞ്ഞു പോകരുത്. ഇത് പ്രാർത്ഥനയാണ് നിന്റെ വീടിനകത്ത് വിടുതൽ. നീ കരയുന്നതാണ് പലരുടെയും നിലനിൽക്കുന്നത്. എന്റെ ശബ്ദത്തിനു മുമ്പിൽ വിറയ്ക്കുന്ന നിന്നെ ഞാൻ കടാക്ഷിക്കാൻ പോവുകയാണ്. ലഭിക്കേണ്ട മാന്യത, ലഭിക്കേണ്ട അംഗീകാരം ഇതുവരെ നീ ആയിരിക്കുന്നിടത്ത് കിട്ടിയിട്ടില്ല. പക്ഷേ ഉറപ്പു തരാം, ഈ പോക്ക്, ഈ യാത്ര, അടുത്ത ക്രമീകരണം നിന്നെ മാനിക്കുന്ന ദിവസങ്ങളാണ്. ചില ഇടങ്ങളിലേക്ക് ഞാൻ നിന്നെ അയക്കും. ചില ഗ്രാമങ്ങൾ നിന്നെ കാത്തിരിക്കുക. എനിക്ക് പകരം ഞാൻ നിന്നെ ആക്കി വെച്ചിരിക്കുക. ചില പട്ടണത്തിന്റെ ഉണർന്നു വേണ്ടി ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ എന്റെ ശബ്ദം നിന്നെ കേൾപ്പിച്ചത് ആ പട്ടണത്തിൽ തന്നെ ഉറച്ചിരിക്കാൻ അയക്കാൻ പോവുകയാണ്. ദൈവം ചിലരെ അയക്കാൻ പോവുകയാണ്. ചില ഗ്രാമങ്ങൾ സ്വപ്നത്തിൽ ഞാൻ നിന്നെ കാണിച്ചിട്ടുണ്ട്. അവിടേക്ക് ഞാൻ നിന്നെ അയക്കും. തിടുക്കത്തോടൊന്നും ചെയ്യരുത്. കർത്താവ് പറയുന്നു, തിടുക്കത്തോടൊന്നും ചെയ്യരുത്. ഞാനതിന്റെ സമയത്ത് എന്റെ കരം ഞാൻ വീശി നിന്നെ കാണും. കർത്താവിന്റെ സാധ്യതയുടെ പ്രത്യാശയ്ക്ക് വന്നു വരുത്താത്ത ദൈവം ഞങ്ങളുടെ നടുവിൽ വന്നതുകൊണ്ട് സ്തോത്രം. കർത്താവേ, മുറിഞ്ഞവരുണ്ട്, കർത്താവേ, വേദന സഹിക്കുന്നവരുണ്ട്. അവരൊക്കെ മുറിവുകൾ വെച്ചു കെട്ടുവാൻ നല്ല ശബരിയക്കാരനാണ് സ്വർഗം വെടിഞ്ഞ് താണഭൂമി ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നല്ലോ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനകൾ എല്ലാവർക്കും ദിവസങ്ങളായിരിക്കും. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൂട്ടിവരുത്തിയ എല്ലാ ദൈവദിനത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഒന്നമായിരുന്നിടത്ത് ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ ദൈവം സഹായിച്ചു. നമ്മുടെ യൂത്ത് മീറ്റിംഗിന് ശക്തമായ ഒരു സന്ദേശം അഭിഷേകത്തിലൂടെ ദൈവം നമുക്ക് തന്നു. ദൈവത്തെ അറിയാത്തൊരു തലമുറ, ദൈവപ്രവർത്തികളെ മറന്നുപോയൊരു തലമുറ,
പെട്ടകത്തെ ചുമന്ന പിതാക്കന്മാരെ മറന്നുപോയൊരു തലമുറ. മന്നായിട്ട് വെച്ച കൽപാത്രത്തിൽ മന്ന ഉണ്ടെങ്കിലും അത് തിരിച്ചറിയാത്തൊരു തലമുറ. സ്വന്തം കഴിവ് കൊണ്ടും ബലം കൊണ്ടും ശക്തി കൊണ്ടും നേടിയെടുക്കാൻ ഓടുന്നൊരു തലമുറ. അവിടെ നടുവിൽ ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ച സന്ദേശം നാം യൂത്ത് മീറ്റിംഗിൽ കിട്ടും. തുറന്നു നാം പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കാം. ആദ്യത്തെ സങ്കീർത്തനത്തിൽ 13-ാം വാക്യമാണ് പരിശുദ്ധാത്മാവ് ഇടപെട്ടത്. ഞാൻ ജീവൻ ഉള്ളവരുടെ ദേശത്ത് യഹോവയുടെ ഉറക്കിയെന്ന വാക്യം ഒന്ന് വായിച്ച് നോക്കിയെന്ന് വായിച്ച് പിള്ളേരെ വഴക്ക് പറയുന്ന ശബ്ദത്തിൽ ഒന്ന് വായിച്ച്. ചില ആളുകൾ ഉണ്ടായിരിക്കുന്നവർ വഴക്കേ പറയാത്തവരാന്ന് തോന്നുന്നു. ഉറക്കെന്ന് വായിച്ചേട്ടാ, ഉറക്കെന്ന് വായിച്ചേട്ടാ. ഞാൻ മറക്കരുത്, നന്മ കാണുന്ന ദിവസങ്ങളാണ്. തിന്മ കണ്ടവരോട് പറയുന്നു, തിന്മ അവസാനിച്ചു, നന്മ കാണുന്ന ദിവസങ്ങളാണ്. യേശുവിനെ ക്രൂശുമായി തെരുവിലൂടെ നടത്തി. ഏത് തെരുവിലൂടെ? യെരൂശലേമിന്റെ തെരുവിലൂടെ. 33 തിരുവയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ക്രൂശുമായി തെരുവിലൂടെ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ പെരുന്നാളിൽ വന്ന ആളുകൾ ചോദിച്ചു, ആ ചെറുപ്പക്കാരൻ ആരാണ്? അവൻ എന്താ കുറ്റം ചെയ്തത്? പെസഹ ആചരിക്കാമെന്ന നിങ്ങളോടൊരു ഒരു അപേക്ഷയാണ്. നിങ്ങൾ ആചരിക്കാമെന്ന പെസഹ കുഞ്ഞാണ്ടാണ് ഈ കുരിശുമായി പോകുന്നത്. നിങ്ങൾ അറിയാത്ത ഒരുവൻ, നിങ്ങൾ എടുക്കുന്നത് ശബത്ത്, നിങ്ങൾ എടുക്കുന്നത് പെസഹ, നിങ്ങൾ ആചരിക്കാൻ വന്നിരിക്കുന്നത് പെസഹ പെരുന്നാളിലാണല്ലോ. എങ്കിൽ അറക്കപ്പെട്ട കുഞ്ഞാണ് ക്രൂശുമായി പോകുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, എവിടെ യേശു തകർക്കപ്പെട്ടു? കർത്താവ് സിംഹാസനം വിട്ട് ലോകത്തെ ഭരിക്കുമ്പോൾ സുന്ദരമായ സിംഗപ്പൂരിലല്ല സിംഹാസനം വിടുന്നത്, സുന്ദരമായ അയർലൻഡിലല്ല, UK-ലല്ല, അമേരിക്കയിലല്ല, ആഫ്രിക്കയിലല്ല അവൻ സിംഹാസനം വിടുന്നത്. അവൻ സിംഹാസനം വിടുന്നത് യെരൂശലേമിൽ തന്നെയാണ്. എവിടെയാ നിന്നെ ഇറക്കി വിട്ടത്? എവിടെയാ നിന്നെ നിന്ദിച്ചത്? എവിടെയാണ് ആരെ നിന്നെ ആക്ഷേപിച്ചത്? ആത്മാവിൽ എഴുതി വെച്ചുകൊള്ളുക, തകർക്കപ്പെട്ട ഇടത്ത് മാനിക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. ചേർന്ന് ഒന്നിച്ചൊരു ആമീൻ പറഞ്ഞാട്ടെ. ഇപ്പോഴത്തെ തകർച്ച, ഇപ്പോഴത്തെ ദുഃഖങ്ങളൊന്നും ഒരു കണക്കിടരുത്. സമയമായിട്ടില്ല, ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയും. വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദിവസം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മീറ്റിംഗിലൊക്കെ ഞാൻ ഓർപ്പിച്ച പോലെ കർത്താവിൽ അഭിഷക്തനായ ദൈവപ്രത്യൻ യുവാനിസ്റ്റ് ലിനു വർഗീസ് ഇന്ന് പകൽ നമ്മുടെ നടുവിലുള്ള കുവൈറ്റിൽ കുടുംബമായി അവർ ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ ലിജു വർഗീസ് നമ്മോടൊപ്പം ഉണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, നമ്മൾ കഴിഞ്ഞ തലമുറയിൽ ദൈവത്തെ ആരാധിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ വന്ന ഒത്തിരി ദൂതുകളും ആശ്വാസ വചനങ്ങളും ഒക്കെ തന്ന് നമ്മെ ധൈര്യപ്പെടുത്തിയ ദൈവത്തിന്റെ അഭിഷക്തൻ. ദൈവം ഈ തലമുറയിൽ തന്നെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. ജോലിയേക്കാൾ വലുത് കർത്തൃ ശുശ്രൂഷയാണെന്ന് കണ്ട് അതിന് ചുമൽ കൊടുക്കുന്ന അഭിഷക്തനാണ്. ഈ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭായോഗത്തിലേക്ക് 2 കരങ്ങൾ അടിച്ച് നന്നായി കൈയടിക്കണം, നന്നായി കൈയടിച്ച് ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ ഒപ്പമായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ പാസ്റ്റർ സെബാസ്റ്റ്യൻ ജോസഫ് അവറുകൾ സൗത്ത് ആഫ്രിക്കയിൽ കർത്താവിന് വേണ്ടി ശക്തമായി ജോലിയുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേലയിൽ അധ്വാനിക്കുന്ന ദൈവപ്രത്യനാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. ദൈവദാസന് നമ്മുടെ ഒപ്പം ഇന്ന് പകലുമുണ്ട്. ഈ പ്രിയപ്പെട്ടവരെല്ലാം ഒരിക്കൽ കൂടെ കരങ്ങളെ തട്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവത്തിനെ ശുശ്രൂഷിക്കുന്നതിനായി കർത്തൃദാസനെ ക്ഷണിക്കുക. വിശുദ്ധ സഭായത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഓൺലൈൻ മീഡിയയിലൂടെ ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ സഭായോഗത്തിലേക്ക് നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു. പല സ്ഥലങ്ങളിലായിരുന്ന നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നൽകിയ നല്ല അവകാശത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ വീണ്ടും ഏകദേശം 1 വർഷത്തിന് ശേഷം ഈ ആരാധനയിൽ കുടുംബമായി പ്രിയ സഹോദരനോട് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒത്തിരി സന്തോഷമുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇടം ഞാൻ പറയും വിശാല സ്ഥലം. കാരണം ദാവീദ് പറയുന്നത്, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ എനിക്ക് വിശാലത വരുത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ നഗ്നനേത്രങ്ങൾ നോക്കുമ്പോൾ ചെറിയ പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും ഞാനിതിൽ ആരാധിച്ച വലിയ ദൈവ സാന്നിധ്യമുള്ള ഇടം കേട്ടോ. എവിടെ ദൈവ സാന്നിധ്യമുണ്ടോ അവിടെ ദൈവ മഹത്വം വെളിപ്പെടും. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ പത്മോസിന്റെ അവസ്ഥയിൽ യുവാസിനെ അത് ഓർപ്പിച്ചു.
യോഹന്നാൻ വളരെ പ്രതികൂലത്തിന്റെ നടുവിൽ, ഞെരുക്കത്തിന്റെ നടുവിൽ, പ്രയാസത്തിന്റെ നടുവിൽ നാട് കടത്തിയവരോർത്തു ഇതുകൊണ്ട് തീർന്നു, ഇതുകൊണ്ട് അസ്തമിച്ചു. എന്നാൽ നാട് കടത്തപ്പെട്ട യോഹന്നാൻ അതുകൊണ്ട് തീർന്നില്ല. പ്രതികൂലം കണ്ടപ്പോൾ പ്രതികൂലത്തെ നോക്കി കരഞ്ഞോണ്ടിരുന്നില്ല, മൗനമായിരുന്നില്ല. ആ വചനത്തിൽ വായിക്കുന്നു, കർത്തൃ ദിവസത്തിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ നമ്മുടെ കർത്തൃ ദിവസമാണ്. നമുക്കെല്ലാം കർത്താവ് തരുന്ന ദിവസമാണ്. എന്നാൽ വിശുദ്ധ സഭായോഗത്തിൽ ആരും നേരത്തെ ഓർപ്പിച്ചതുപോലെ ആരും മൗനമായിരിക്കരുത്. ഞാൻ എപ്പോഴും പറയും, നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രാപിച്ചേ മടങ്ങാവും. ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നോണം. നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരുന്നാൽ എന്തെങ്കിലും പ്രാപിക്കാതെ നാം മടങ്ങി പോകരുത്. എത്ര പേർ ആഗ്രഹമുണ്ട്? കാരണം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയം, ഞങ്ങൾ രാവിലെ 7:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, 8:30 ആയപ്പോൾ ഇവിടെ എത്തി. ഇപ്പോൾ ഇത്രയും സമയം ഇവിടെ ആയിരിക്കും നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും കൈമടക്ക് വാസം എന്ന് തോന്നുന്നതല്ല, അതിനേക്കാൾ ഉപരി ദൈവസന്നിധിയിൽ ഇരുന്ന മഹത്വത്തിന്റെ രാജാവിനെ കൊണ്ട് നമ്മുടെ ഭവനത്തിൽ പോകാം. നേരത്തെ പറഞ്ഞു, നമ്മുടെ ദൈവം ആരാണ്? രാജാതി രാജാവും കർത്താതി കർത്താവും, ആൽഫയും ഒമേഗയും, ഇരിക്കുന്നവനും ഇരുന്നവനും ആദ്യനും അന്ത്യനുമായ ദൈവം. ഇതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. ആ മഹത്വത്തിന്റെ രാജാവിനെ ചുമക്കുന്നവരായി തീർന്നി നാം പോകുന്നിടത്തൊക്കെ ദൈവത്തിന്റെ മഹത്വം നമ്മളിലൂടെ ദൈവം കാണി. സങ്കീർത്തന ഭാഗത്തിൽ ഇപ്രകാരം വായിക്കുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുന്നു. ഈ വാതിൽ തുറന്നു കിടക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഹോളിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുന്നെങ്കിൽ മാത്രമേ മഹത്വത്തിന്റെ രാജാവിന് ഭവനത്തിൽ നമ്മിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ മഹത്വത്തിന്റെ രാജാവ് നമ്മളിൽ പ്രവേശിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇപ്പോൾ കേട്ടതുപോലെ നമ്മുടെ സിക്നസ് മാറുവാനിടയായിത്തീരും. ഹീലിംഗ്, ഒരു ഇന്നർ ഹീലിംഗ് നടക്കണമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ ഇറങ്ങണം. മഹത്വത്തിന്റെ രാജാവ് നമ്മളിലേക്ക് പ്രവേശിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഇരുട്ടുകളൊക്കെ മാറണം. ഇപ്പോൾ നമ്മൾ ഇത്രത്തോളം വെളിച്ചത്തിലിരിക്കുന്നെങ്കിലും എവിടൊക്കെയോ ജീവിതത്തിന്റെ ഉള്ളറകളിൽ ഇരുട്ട് വ്യാപരിച്ച് തപ്പിത്തടഞ്ഞു നടക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്തിരിപ്പുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ഇരുട്ടുകളൊക്കെ ഇന്ന് പകൽ ഈ ആലയം വിട്ടു പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പ്രകൃതിയിൽ കാണുന്നത് പോലെ വെളിച്ചം വീശണം ജീവിതത്തിന്റെ അവസ്ഥകളിൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് ആ മഹത്വത്തിന്റെ കാര്യം വിടുകയാണ്. എന്നാൽ ഈ മഹത്വം നമ്മളെ ലീഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അത്ഭുതം. ഇന്നത്തെ എന്റെ സബ്ജക്റ്റ് മിറക്കിൾ എന്നുള്ളതാണ്. നമ്മളെല്ലാവരും അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അത്ഭുതം കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരല്ലേ? എന്തെങ്കിലും ഒരു അത്ഭുതം ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാകുമെന്ന് തോന്നില്ല. ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നവരും കൂടുതൽ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്, ഫിസിക്കലി മീറ്റിങ്ങിൽ കടന്നു വരാൻ കഴിയുന്നില്ലെങ്കിലും ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം പ്രതീക്ഷയായിരിക്കും ഈ സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഈ സമയം അവർ സ്പെൻഡ് ചെയ്യത്തില്ല. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് വായിക്കാം. സങ്കീർത്തനം 71-ന്റെ 7-ാം വാക്യം വായിച്ചാൽ, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. ഓക്കെ, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എന്റെ ബലമുള്ള സങ്കേതമായിരിക്കുന്നു. ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, ഐ ആം എ മിറക്കിൾ. ഞാൻ ഒരു അത്ഭുതമാണ്. പരസ്പരം കൈ കൊടുത്തിട്ട് പറഞ്ഞ്, അടുത്തിരിക്കുന്ന ആളുകൾക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞ്, ഞാനൊരു മിറക്കിളാന്ന് പറഞ്ഞു. നിങ്ങൾ മിറക്കിളാണോ? ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പറയാവൂ. ഒന്നുകൂടെ പറഞ്ഞേ, ഇന്ന് പകൽ ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം ദൈവത്തിന്റെ മഹത്വം എന്റെ ഭവനത്തിൽ കാലാകാലങ്ങളായി ഇറങ്ങി എന്റെ മാതാപിതാക്കളിലൂടെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നയിച്ച ദൈവ മക്കളിൽ ദൈവദാസന്മാരിലൂടെ ദൈവത്തിന്റെ മഹത്വം എന്റെ ഭവനത്തിൽ ഇറങ്ങി എന്നെ ദൈവം ഒരു അത്ഭുതമാക്കി ഈ ദേശത്ത് നിർത്തിയിരിക്കുകയെന്ന് പറഞ്ഞു.
പറയാൻ കാരണം എന്നാണെന്നറിയാമോ? അത്ഭുതമാണ്. കാരണം ഇന്ന് പകൽ നമ്മൾ ഇത്രത്തോളം ആരോഗ്യത്തോടും ബലത്തോടും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും ഒക്കെ മധ്യത്തിലും ഇത്രത്തോളം ആത്മസന്തോഷമുള്ള ആരാധന. എവിടെ ആരാധനയുണ്ടോ അവിടെ വിടുതലുണ്ട്. എവിടെ ആരാധനയുണ്ടോ അവിടെ വിശാലതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പത്മോസിലായിരുന്ന യോഹന്നാൻ പ്രതികൂലങ്ങളുടെയും വിഷപ്പാമ്പുകളുടെയും അസ്ഥികൂടങ്ങളുടെയും കഴുകന്മാരുടെയും ആ പേടിച്ച ആ ഇരുട്ട അവസ്ഥകളിൽ നിന്ന് അവിടുന്ന് നാട് കടത്തിയവർ വിചാരിച്ചു അവിടെ യോഹന്നാൻ തീർന്നെന്ന്. പക്ഷേ അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അടുത്ത ഒരു തലമുറകളെ ചലിപ്പിക്കുന്ന ചില വെളിപ്പാടുമായിട്ടാണ് യോഹന്നാൻ പുറത്തിറങ്ങുന്നത്. പോരാ പോരാ, ഇങ്ങനെ പോരാ. പ്രതികരിക്കുന്നെങ്കിൽ ശരിക്കും പ്രതികരിക്കണം. കൈ അടിക്കുന്നെങ്കിൽ നന്നായി അടിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത ഒരു അരമണിക്കൂർ 30-35 മിനിറ്റ് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ കരയേണ്ടവർക്ക് കരയാം, കൈയടിക്കേണ്ടവർക്ക് കൈയടിക്കാം, സ്തോത്രം പറയേണ്ടവർക്ക് സ്തോത്രം പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം ഷാജിപ്പാസ് തന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. പലയിടത്തും കൈകെട്ടി കാല് കെട്ടി, ഞാൻ എപ്പോഴും പറയും, റൂമാല് കൊണ്ട് ലാസറിന്റെ കണ്ണ് റൂമാല് കൊണ്ട് കെട്ടിയവര് വിചാരിച്ചില്ല അവൻ പിന്നെ പന്തിയിലിരിക്കുമെന്ന്. ഞാൻ അതിലേക്കാ വരുന്നത് അല്ലേ? അപ്പൊ കൈയും കാലും കെട്ടി നിന്റെ നന്മയെ കാണത്തില്ലെന്ന് പറഞ്ഞ് റൂമാല് കെട്ടി ഇരിക്കുന്ന പോലെ സഭയ്ക്കകത്ത് വന്ന് ഇരിക്കരുത്. ചില സഭകളിലൊക്കെ പോകുമ്പോ പറയും, നമ്മൾ അസുഖക്കാരൊക്കെയാ, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, നമ്മൾ ശരീരത്തിൽ ബലഹീനരാ. പക്ഷെ ഇതൊന്നും കൊണ്ടിറക്കി വെച്ച് സമയം കളയാനുള്ള സ്ഥലമല്ല ദൈവസഭ. ഇതുകൊണ്ട് വന്നോ, തിരിച്ചു പോകുമ്പോ ഇതുകൊണ്ട് പോകരുത്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോ എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞു, ഇതിന്റെ പേരിനെ ദൈവം മാറ്റും. രഹബോത്ത് വർഷിപ്പ് സെന്റർ എന്നുള്ള പേര് ദൈവം ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ചർച്ച എന്നാക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇതിനകത്ത് വലിയ വിടുതലുകൾ ദൈവം ചെയ്യുന്നുണ്ടോ? വലിയ ഹീലിംഗ്, വലിയ ഡെലിവറൻസുകൾ. വേറെ ഒരു പദം കൂടെ പറയാൻ എന്നോട് പറയുന്നു, സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. നിങ്ങൾ കാണാൻ പോവുക ചില സൈനുകൾ, ചില വണ്ടേഴ്സുകൾ. അങ്ങനെ ആയിരിക്കും അടുത്ത ഒരു തലത്തിലേക്ക് ഈ സഭയുടെ ലേബൽ ദൈവം ചെയ്യാൻ പോകും. അങ്ങനെ ഒരു ബോർഡ് ഇവിടെ ഉയരുന്നതായിട്ട് ഞാൻ കാണുന്നു. ഇതൊരു പ്രവചന ശബ്ദമാണ്. അടുത്ത ഒരു ബോർഡ് നിങ്ങൾ ചെയ്യുമ്പോൾ തലത്തിലേക്കുള്ള ശുശ്രൂഷകളെ ദൈവം കൈമാറ്റം ചെയ്യും. അനേകർ ഇതിനകത്ത് നിന്ന് അനേക അപ്പോസ്തലന്മാര് എഴുന്നേൽക്കും. കാരണം ഡെലിവറൻസ് ചർച്ചുകളിൽ അങ്ങനെയുള്ള പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ എഴുന്നേൽക്കും. ദൈവദാസൻ പറഞ്ഞു, അനേക ഗ്രാമങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങൾ വിസിറ്റ് ചെയ്യുന്നത്, ഞാനും ഷാജിപ്പാസൊക്കെ, ഞാൻ എത്ര തിരക്കുള്ളവനായാലും വളരെ തിരക്കുകളുടെ നടുവിലായി ഏകദേശം ഒരു മാസത്തെ വെക്കേഷൻ ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ മാസം ഞാൻ വന്നപ്പോൾ 35 ദിവസം വന്നു. 5 ദിവസമാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ കൂടെ എൻ്റെ ഭവനത്തിൽ താമസിച്ചത്. ബാക്കി ഏകദേശം 3-4 ആഴ്ചത്തോളം ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ സുവിശേഷവുമായി ഞങ്ങൾക്ക് ഒരുമിച്ച്, സഹോദരങ്ങൾക്ക് ഒരുമിച്ച് കടന്നു പോകാൻ ദൈവവിളിയാക്കി. അവിടെ കടന്നു പോകുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ഇതിലുമൊക്കെ ഞെരുക്കമുള്ള അവസ്ഥകളിൽ അവിടെയൊക്കെ ദൈവമക്കൾ ഇരുന്ന് ആരാധിക്കുന്നു. നല്ല ആലയമില്ല, ഇരിക്കാൻ കസേറയില്ല, കാർപ്പറ്റ് പോലും ഇല്ലാത്ത അവസ്ഥകളിൽ ആ സാഹചര്യങ്ങളൊക്കെ ദൈവദാസനൊക്കെ ഇടയ്ക്ക് പോകുന്ന നിങ്ങൾ അന്നേരം അദ്ദേഹത്തിന്റെ കൂടെ കടന്നു പോകണം. നമ്മൾ ഇരിക്കുന്ന കംഫോർട്ട് സോണുകളൊക്കെ ചില സമയങ്ങളിൽ ഇടയ്ക്ക് നമുക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ സാഹചര്യത്തിൽ ആ ജനം ദൈവത്തെ ആരാധിക്കുന്നത്. വലിയ വിടുതലുകളാണ് അവിടെ നടക്കുന്നത്. അവിടെ വലിയ ഹീലിംഗ്സ് ആൻഡ് ഡെലിവറൻസ് ആണ് നടക്കുന്നത്. അതാ ദാവീദ് പറയുന്നേ, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോ നീ എനിക്ക് വിശാലത വരുത്തി. കാരണം ഈ ഞെരുക്കത്തിലിരിക്കുമ്പോ ചുമ്മാ ഇരുന്ന വിശാലത വരുത്തത്തില്ല. ഞെരുക്കത്തിലിരിക്കുമ്പോഴേക്കും ദൈവമുഖത്തേക്ക് നീ നോക്കണം. ദൈവത്തെ നീ ആരാധിക്കാൻ തയ്യാറാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. അപ്പൊ നമ്മൾ എങ്ങനെ അത്ഭുതമാകുന്നത്?
ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു, നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. അങ്ങനെ അത്ഭുതമാണ് നമ്മൾ ചുമ്മാതിരിക്കുന്നത്. അടുത്ത വാക്യം വായിച്ചാട്ടെ. എന്താ ചെയ്യേണ്ടത്? എന്റെ വായ് നിന്റെ സ്തുതി കൊണ്ട്. ദൈവജനം, നമ്മൾ ദൈവസന്നിധി, ഞാൻ എപ്പോഴും പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കല്. ദൈവസന്നിധി വന്നു കഴിഞ്ഞാൽ ദൈവത്തെ നിരന്തരമായി സ്തുതിച്ചുകൊണ്ടിരിക്കും. എന്റെ നാവിന്മേൽ എപ്പോഴും അവന്റെ സ്തുതി ഉണ്ടാകും. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തോത്രം പറയണം. സ്തോത്രം എന്ന് പറഞ്ഞാൽ യാഗമാണ്. നമുക്ക് വില ഒന്നും കൊടുക്കാതെ, പഴയ നിയമത്തിൽ നോക്കുമ്പോൾ വില കൊടുത്ത് കാളക്കുട്ടിയെ അല്ലെങ്കിൽ ആട്ടിൻകുട്ടിയെ, മൃഗത്തെ യാഗമർപ്പിക്കാൻ അന്ന് നമുക്ക് വില കൊടുക്കണമായിരുന്നു. എന്നാൽ നമുക്ക് വേണ്ടി കാൽവറിയിൽ യേശു കർത്താവ് വില കൊടുത്ത നിമിത്തമായി സ്തോത്രത്തിലൂടെ നമ്മളെ ദൈവത്തിന് യാഗമർപ്പിക്കുക. സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. മഹത്വത്തിന്റെ രാജാവ് സകല മഹത്വത്തിനും സകല ബഹുമാനത്തിനും യോഗ്യനായവനാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരും മൗനമായിരിക്കരുത്. അടുത്ത ഒരു അരമണിക്കൂർ ദൈവത്തിന് മഹത്വം കൊടുത്തിരുന്നാണ്. എന്തുകൊണ്ടാണ് അത്ഭുതമാണെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് നീ ദൈവത്തെ സ്തുതിക്കണം? നിന്റെ പ്രശംസ നിന്റെ വീടിലോ, 2 നില വീടിലോ 3 നില വീടിലോ, നിന്റെ ബെൻസിലോ നിന്റെ BMW-ലോ നിന്റെ മക്കളിലോ പ്രശംസയാകരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നിന്നെ അത്ഭുതമാക്കി സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നീ അനുദിനം പ്രശംസിക്കുമെങ്കിൽ വാർദ്ധക്യകാലത്ത് നിന്നെ തള്ളിക്കളയത്തില്ലെന്നാ പറയുന്നത്. ബലം ക്ഷയിക്കുമ്പോൾ എല്ലാവരും ഉപേക്ഷിക്കും, അല്ലേ? നല്ല മസിൽ പവറൊക്കെ ഉള്ളപ്പോ, ആരോഗ്യമുള്ളപ്പോ, സൗന്ദര്യമുള്ളപ്പോ കൂട്ടുകാർ കാണും, വീട്ടുകാർ കാണും, നാട്ടുകാർ കാണും. പക്ഷെ നിന്റെ ബലം ഒന്ന് ക്ഷയിക്കട്ടെ, നിന്റെ മസിലുകളൊക്കെ ഒന്ന് ഉണയട്ടെ, നിന്റെ സാമ്പത്തികം ഒന്ന് മാറട്ടെ, അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, ആരൊക്കെയോ ഇന്ന് പകൽ ചതഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ട് ജീവിതത്തിൽ. എന്നെ കേൾക്കുന്നവർ, ഓൺലൈനിലൂടെ വാച്ച് ചെയ്യുന്നവരൊക്കെ ജീവിതത്തിന്റെ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ ചതഞ്ഞിരിക്കുവാണല്ലോ, ഉടഞ്ഞിരിക്കുന്നവരുണ്ട്. ദൈവമക്കളെ, എന്റെ ദൈവം ചതഞ്ഞ അവസ്ഥ, ജീവിതത്തിന്റെ ചതഞ്ഞ അവസ്ഥയെ, ഉടഞ്ഞ അവസ്ഥയെ തമ്പുരാൻ ഉടച്ചു കളയത്തില്ല. നിന്നെ ഉടയ്ക്കാതെ ഇന്ന് പകൽ ദൈവത്തിന്റെ പണിയുന്ന പകലാണ്. ദൈവത്തിന്റെ മഹത്വം നിന്നിൽ ഇറങ്ങിയാൽ തമ്പുരാൻ നിന്നോട് ദയ കാണിക്കാൻ തുടങ്ങും. 2 ശമൂവേലിന്റെ പുസ്തകം എടുത്താട്ടെ. 2 ശമൂവേലിന്റെ പുസ്തകം. അവിടെ ദൈവത്തിന്റെ ദയ കാണിച്ച ഒരു വ്യക്തിയെ കാണും. 9-ാം അധ്യായം 3-ാം വാക്യം വായിച്ചു. ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലം മുടന്തനായിട്ട് യോനാഥാന്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് ലോദേബാരിൽ അമ്മിയലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. ലോദേബാരിൽ അമീലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിലുണ്ടെന്ന് സീബ രാജാവിനോട് പറഞ്ഞു. ആ 9-ാം അധ്യായത്തിന്റെ തുടക്കം ഒന്ന് വായിച്ചാണ്. 2 ചേഞ്ചസ്, 2 ദയ, ഒരു മാനുഷികതയും ദൈവത്തിന്റെ ദയയുള്ള ഒരു മാറ്റം അവിടെ കാണാൻ കഴിയും. അതിന്റെ 1-ാം വാക്യം വായിച്ചാണ്. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിന്റെ ഗൃഹത്തിൽ സീബ എന്ന പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി. ഇവിടെ ആരുടെ നിമിത്തമാണ് കാണിക്കേണ്ടത്? ഞാൻ യോനാഥാന്റെ നിമിത്തം, അതായത് മെഫിബോശത്തിന്റെ പിതാവായ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടത്. അതിന്റെ ചരിത്ര പശ്ചാത്തലം നോക്കുമ്പോൾ ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ഒരു രാജ്യവും അദ്ദേഹത്തിന്റെ പടയാളികളും ആട് മുഴുവൻ നടക്കുമ്പോൾ ദൈവകൃപയാൽ ദൈവം കൊടുത്ത അരുളപ്പാടനുസരിച്ച് ഗുഹകളിലും കാടുകളിലും മരത്തിന്റെ പുത്തിലും ഒക്കെ ഇരുന്ന് രക്ഷപ്പെട്ടു. ആ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തിയാണ് യോനാഥാൻ. അത് നിമിത്തം ദാവീദ് രാജാവായപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ആ ജനറേഷനിൽ,
ആ തലമുറയിൽ ആരെങ്കിലും ഉണ്ട്. ഇന്ന് പകൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മാതാവ് നിമിത്തം, നിന്റെ പിതാവ് നിമിത്തം തമ്പുരാൻ നിന്നോട് ചില ദയ കാണിക്കാൻ പോവാം. ഹല്ലേലൂയ. നിന്റെ മാതാവിന്റെ പ്രാർത്ഥന, നിന്റെ പിതാവിന്റെ പ്രാർത്ഥന, ശുശ്രൂഷ ഒന്നും വൃഥാവല്ല. വലിയ ദൈവത്തിന്റെ ദയ നിന്റെ മേൽ വരാൻ പോവാ. അത് കഴിയുമ്പോ അവിടെ പിതാവ് നിമിത്തമാണ് ദയെങ്കിൽ 3-ാം വാക്യം വായിച്ചേ. ദൈവത്തിന്റെ ദയ കണ്ടോ? ഒരു വാക്യം മാറിയപ്പോഴത്തേക്ക് ദയക്ക് വന്ന വ്യത്യാസം കണ്ടോ? മാനുഷികമായ പരിഗണനകൾ, മാനുഷികമായ ദയൊക്കെ സാഹചര്യത്തിനനുസരിച്ച് മാറും. എന്നാൽ ദൈവം നിന്നെ ഓർത്താൽ, ദൈവം നിന്റെ സാഹചര്യങ്ങളെ മാറ്റാൻ തീരുമാനിച്ചാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദയ നിന്നിലേക്ക് വന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, ഈ ദാവീദ് രാജാവിന് ഈ മുടന്തന്മാരെയൊക്കെ വെറുപ്പായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ. അതിന്റെ 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിച്ചാൽ, കണ്ടോ? ദൈവം സാഹചര്യങ്ങളെ മാറ്റുന്ന കണ്ടോ? ദൈവമക്കളെ, ഗോഡ് വിൽ ടേൺ അറൗണ്ട് ദ സിറ്റുവേഷൻസ്. നിന്റെ ഇപ്പോഴുള്ള സാഹചര്യത്തിനെ ദൈവത്തിന് മാറ്റാൻ കഴിയും. കാരണം നാം ഇവിടെ വായിച്ചത് ദാവീദ് രാജാവിന് മുടന്തന്മാരെ വെറുപ്പായിരുന്ന പറഞ്ഞത്. എന്നാൽ 9-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ അവൻ ഇങ്ങനെ മെഫിബോശേത്ത് യെരൂശലേമിൽ തന്നെ വസിച്ച് രാജാവിന്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോന്നു. അവന് കാല് 2 മുടന്തായിരുന്നു. കണ്ടോ? ദാവീദ് രാജാവിന് ഒരു സമയത്ത് വെറുപ്പായിരുന്നവനെ 2 അധ്യായങ്ങൾക്കിപ്പുറം രാജാവിന്റെ മേശയിൽ കൊണ്ടുവന്ന് മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവനായി തീർന്നു. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? നീ ഒരുപക്ഷെ ഒറ്റപ്പെട്ടവനായിരിക്കാം, നീ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വെറുപ്പുള്ളവരായിരിക്കാം, ചതഞ്ഞ ഓടയായിരിക്കാം, പുകയുന്ന തിരിയായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, പുകയുന്ന തിരിയായി തിരിക്കാനല്ല, നിന്റെ ദീപത്തെ ദൈവം കത്തിക്കും. ദേശത്തിന്മേൽ നീ ഒരു ദീപമായി, നീ ഒരു വെളിച്ചമായി അനേകരെ ഹല്ലേലൂയ സത്യമാർഗത്തിലേക്ക് നയിക്കുന്നവനാണ് ദൈവം. നിന്നെ തീർക്കും. നിന്റെ സാഹചര്യം ദൈവം വിഷയമല്ല. ദൈവത്തിന് നിന്റെ സാഹചര്യം വിഷയമല്ലത്. ഒരു പക്ഷേ നിനക്ക് തന്നെ തോന്നും നീ ഒരു ചത്ത നായാണെന്ന്. 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ദൂതിന്റെ ആഴം മനസ്സിലാവും. എന്തോ പറഞ്ഞേ? ചാകാത്ത നായ്ക്ക് കുറച്ചുകൂടെങ്കിലും വിശേഷതയുണ്ട്. ചത്ത നായ്ക്ക് എന്താ വിശേഷതയുള്ളത്? എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ശവക്കോട്ടയിലൊന്നും നിന്നല്ല പ്രസംഗിക്കുന്നേ, ജീവനുള്ളവരുടെ നടുവിലാണ് നിന്ന് പ്രസംഗിക്കുന്ന. നല്ല ബോധ്യമുണ്ട്. ജീവനുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. സ്തുതിച്ചോണ്ടിരിക്കണം. 150-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്ന. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ദൈവവചനത്തിന് പ്രതികരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലാണ്. നിങ്ങളുടെ സാഹചര്യത്തിൽ, ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ, നിന്റെ ദേശത്തിൽ ഒരുപക്ഷെ നീ ചത്ത നായെ പോലെ ആയിരിക്കാം. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഇന്നുവരെ ഈ ആരാധനയ്ക്ക് കടന്നു വരുന്നത് വരെ ഒരുപക്ഷെ നിന്റെ ദേശത്ത്, നിന്റെ ഫാമിലിയിൽ, നിന്റെ സൊസൈറ്റിയിൽ നീ ഒരുപക്ഷെ ചത്ത നായ പോലെ ആയിരിക്കാം. എന്നാൽ നിനക്ക് തന്നെ തോന്നുക നീ ഒരു ചത്ത നായ, അത്രമേ വിശേഷതയുള്ളൂ. എന്നാൽ നിന്റെ രാജാവിന്റെ മേശയിലേക്ക് എത്തിക്കുന്ന ഒരു മഹത്വം, ഇതിനാണ് മിറക്കിൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇതാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അസാധാരണമായത്, പതിവില്ലാത്തത്, പതിവിലും വിപരീതമായി തീച്ചൂള കൂടുതൽ ചൂട് പിടിപ്പിച്ചു. അപ്പോഴേ ചിന്തിച്ചോണം, പതിവിന് വിരോധമായി എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ സംതിങ് സൂപ്പർ നാച്ചുറൽ ഗ്ലോറി വെളിപ്പെടാൻ
പ്രാർത്ഥിച്ചാൽ ജനം പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ വലിയൊരു അസാധാരണ ദൈവ പ്രവൃത്തി ഏത് ദേശത്ത് നിന്ന് ഓടിക്കാൻ നോക്കിയോ ആ ദേശത്തിൽ കൈവശമാക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഈ സഭയോടുള്ള ബന്ധത്തിൽ ദൂത് പറയുകയാണ്. എവിടെ നിന്ന് നിന്ദിക്കാൻ നോക്കിയോ, ഏത് പട്ടണത്തിൽ നിന്ന് തൂക്കിക്കളയാൻ നോക്കിയോ, ഹാമാൻ ഒരുക്കിയ കഴുകുമരത്തിന് ശത്രുവിന്റെ നടുവ്, നിന്റെ ശത്രുവിനെ കൊണ്ട് തന്നെ പട്ടണത്തിന്റെ നടുവ്, പട്ടണത്തിന്റെ നടുവ് പട്ടണത്തിൽ നിന്നെ മാറിക്കുമെന്ന് പരിശുദ്ധങ്ങൾ ദൂത് പറയാം. എവിടെ നിന്നെ ഒടുക്കി കളയാൻ നോക്കിയോ, എവിടെ നിന്നെ തകർത്ത് കളയാൻ നോക്കിയോ, ഓർത്തേക്കായി ഒരുക്കിയ കഴുകുമരത്തിൽ അവൻ തന്നെ തൂങ്ങുകയുള്ളൂ. ഈ പട്ടണത്തിൽ എങ്ങനെ മോർദേക്കായി മാനിച്ചോ, അപ്രകാരം തന്നെ പട്ടണത്തിന്റെ നടുവിൽ നിന്നെ മാനിക്കുന്ന സമയം വിദൂരമല്ലാതെ പരിശുദ്ധ നീ ഇതുവരെ ചെയ്തെടുത്തിട്ടില്ലാത്ത ഒരു ശുശ്രൂഷ ഈ ദേശത്ത് ചെയ്തെടുക്കും. കർത്താവിന്റെ ഒരു അഭിഷക്തനായി നിന്നുകൊണ്ട്, ഒരു അപ്പോസ്തലനായി നിന്നുകൊണ്ട് അനേകരെ ശുശ്രൂഷയിലേക്ക് കൈ പിടിച്ചുയർത്തത്തക്ക നിലയിൽ അനേക ഗ്രാമങ്ങളിലേക്ക് അനേകർ ഇവിടുന്ന് ശുശ്രൂഷകരായി പോകുന്നത് എന്ന് പറയും. ചിലതിനെയൊക്കെ ഇതിന്റെ അകത്തിരിക്കുന്ന ചിലരോടൊക്കെയുള്ള ദൈവത്തിന്റെ ദൂതാണ്. നീ ഏതു ഭവനത്തിൽ നിന്ദിക്കപ്പെട്ടോ, ഏതു പട്ടണത്തിൽ നിന്ദിക്കപ്പെട്ടോ, കഴുകുമരം ഉണ്ടാക്കട്ടെ. കഴുകുമരം ഉണ്ടാകണം. ഞാൻ പറഞ്ഞ എന്റെ ഭാഷ പറഞ്ഞ കഴുകുമരം ഉണ്ടായില്ലെങ്കിൽ നീ പട്ടണത്തിൽ മാനിക്കപ്പെടത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി? ഒരു ഹാമാൻ ഉണ്ടെങ്കിലേ ഒരു മോർദേക്കായി മാനിക്കപ്പെടുന്നു. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. എന്നെ മാനിക്കുവാണെങ്കിൽ റൂമിനകത്തിരുത്തി മാനിക്കുകയല്ല, പബ്ലിക്കിലൊക്കെ മാനിക്കണം. ആഗ്രഹിക്കുന്നുണ്ട്. ചിലർ പറയും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നൊന്നും ആരും അറിയരുത്, ആരും കാണരുതൊന്നുമല്ല. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്റെ അതേ ആറ്റിറ്റ്യൂഡാ. പോസ്റ്ററൊക്കെ ഉണ്ടാക്കുമ്പോ വലിയ ഫോട്ടോ ഇല്ല ഷാരിപ്പാസ് ഉണ്ടാക്കുന്നത്. അതെ, എന്താണെന്നറിയോ, എന്നോട് പലരും പറയും, എന്തിനാ നിങ്ങളെ പ്രദർശിപ്പിക്കാനാണോ ഇത്രയും വലിയ ഫോട്ടോ ഒക്കെ വെക്കുന്നത്? ഞാൻ അന്നേരം അവരോട് പറയും, എന്റെ ചെറുപ്രായത്തിൽ എന്നോട് പറഞ്ഞ ദൂത അവരത് കേട്ടില്ല, ഞാൻ കേട്ടു. എന്നോട് പറഞ്ഞ ദൂത് ഞാനും എന്റെ മാതാപിതാക്കളും എന്റെ സഹോദരനെ കേട്ടുള്ളൂ. ഈ കമന്റ് പറയുന്ന ആളുകൾ കേൾക്കുന്നില്ല. കാരണം അനേക ദൈവദാസന്മാർ എന്നോട് തലേ കൈവച്ചിട്ട് പറഞ്ഞു, നിന്റെ ഫ്ലെക്സുകൾ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഉയരുമെന്ന്.
ഞാൻ അറിയാത്ത ഗ്രാമത്തിൽ, ഒറീസയുടെ ട്രൈബൽ ഗ്രാമത്തിൽ 2018 ഉയർന്നു. ഞാൻ പറഞ്ഞിട്ടല്ല, ഞാൻ പോലും അമ്പരന്നു പോയി ചെന്നപ്പോ. വലിയ ഫ്ലെക്സ് വലിച്ചു കെട്ടിയിരിക്കുക. ഞാൻ പറഞ്ഞില്ല എന്റെ ഫോട്ടോ അടിച്ച് ഫ്ലെക്സ് തയ്യാറാക്കി ഉയർത്താൻ. അവരവരുടെ ഭാഷയിൽ, ഒഡിയ ഭാഷയിൽ ഉയർത്തിയേക്കുക. 2 മരത്തെ വലിച്ചു കെട്ടി. ഞാൻ ഞെട്ടിപ്പോയി കണ്ടിട്ട്. ഇതാണ് മിറക്കിൾ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തി. ഞാൻ ഇതൊക്കെ പറയുന്നതിനാ. ഒരുപക്ഷെ എന്നോട് യോജിക്കുന്നവരുണ്ടാകാം. ഫ്ലയർ അടിക്കുമ്പോ ഫോട്ടോ ചെറുതായിട്ട് വെച്ചാൽ പോരെ. പക്ഷെ തമ്പുരാൻ ഒരുവനെ മാനിക്കാൻ തുടങ്ങിയ പട്ടണത്തിന്റെ നടുവിലെ മാന്യത, നിന്റെ മാന്യത വീടിനകത്തുണ്ട്. അത് വേറെ, അതല്ല. ശത്രുക്കൾ കാണുക, ശത്രുക്കൾ കാണുക, ശത്രുക്കൾ കാണുക. ശത്രുക്കൾ കാണുക. നിന്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്, നിന്നെ മാറ്റി കൃത്യമുള്ള നടുവിലാകാവില്ല. നിന്റെ അപ്പൻ മറന്നോ, നിന്റെ അമ്മ മറന്നോ, നിന്റെ സഹോദരങ്ങൾ മറന്നോ, പക്ഷെ നീ വന്നിട്ടല്ലാതെ പന്തിക്കിരിക്കാൻ പറ്റത്തില്ലല്ലേ. നീ അതുപോലെ വിശേഷത്തിലുള്ളവരാണ്. എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായി എന്റെ ചെവിയിൽ ഒരു മുഴക്കമുണ്ട്. ചിലതിനെയൊക്കെ ആളയച്ചു വരുത്താൻ പോവാ. ചിലതിനെയൊക്കെ നിങ്ങളുടെയൊക്കെ ഫോണെല്ലാം വീട്ടിൽ ചെല്ലുമ്പം ക്ലിയർ ആക്കി വെക്കണം കേട്ടോ. ചില കോളുകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ചില ഇന്റർനാഷണൽ കോളുകൾ, നീ അറിയാത്തവരിൽ നിന്ന് ചില കോളുകൾ ആളയച്ചു വരുത്തുമെന്ന്. നീ ചെന്നിട്ടല്ലാതെ അവർക്ക് പന്തികരിക്കാൻ പറ്റത്തില്ല. Thank you, Holy Ghost. ഞാൻ പറയില്ല, ദൈവങ്ങളെ മഹത്വം ഇറങ്ങാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒറ്റ കാര്യം ചെയ്താൽ മതി. മഹത്വത്തിന്റെ രാജാവിനെ നിങ്ങളുടെ ഭവനത്തിൽ എപ്പോഴും പ്ലേസ് ചെയ്യണം. മഹത്വത്തിന്റെ രാജാവ് ഇരിക്കുന്നിടത്ത് സമാധാന നദി പോലൊഴുകും. നീ സ്വസ്ഥത പ്രാപിക്കും. നീ ആശ്വാസം കണ്ടെത്തും. നിന്റെ വീട്ടിൽ ദൈവഹിതമല്ലാത്ത സംസാരം ഉണ്ടാകത്തില്ല. ദൈവഹിതമല്ലാത്ത ചിന്തകൾ നിന്റെ ഭവനത്തിൽ ഉണ്ടാകത്തില്ല. മഹത്വത്തിന്റെ രാജാവിന് ഒരു എൻട്രി കൊടുത്തേ. മഹത്വത്തിന്റെ രാജാവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ മെഫീബോശത്തിനെ പോലെ ലോകം പറയും അവന് എൻട്രി ഇല്ലെന്ന്. കാരണം മുടന്തന് രാജസന്നിധി ചെല്ലാൻ വകുപ്പില്ലല്ലോ. അംഗഹീനനെ കുരുടനെ പറ്റത്തില്ലല്ലോ. പക്ഷേ നീ മിറക്കിളായാൽ നിനക്ക് രാജകൊട്ടാരത്തിൽ കയറാം. നിനക്ക് എൻട്രി ഫ്രീയാ. നീ ഒരു അത്ഭുതമായി മാറിയാൽ, മഹത്വം നിന്നിൽ ഇറങ്ങിയ, നിനക്കറിയാത്ത, നീ ചിന്തിക്കാത്ത ഇടങ്ങളിൽ ദൈവം നിന്നെ പ്ലേസ് ചെയ്യും. ഒരു റെക്കമെൻഡേഷൻ വേണ്ട. ദാവീദിന്റെ ഭാഷയെ പറഞ്ഞ, എന്റെ ഭാഷയെ പറഞ്ഞ ഒരു റെക്കമെൻഡേഷൻ. ഞാൻ എങ്ങും ശുശ്രൂഷ, ഞാൻ പലപ്പോഴും നാട്ടിൽ വരുമ്പോൾ അനേകർ എന്നെ വിളിക്കാറുണ്ട്. എന്റെ സമയക്കുറവ് മൂലം പല സ്ഥലങ്ങളിലും പോകാൻ കഴിയത്തില്ല. ഞാൻ കൂടുതൽ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വിഷയം അദ്ദേഹം എനിക്ക് തന്നെ. അപ്പൊ എന്നോട് പലപ്പോഴും പലരും പറയാറുണ്ട്, റെക്കമെൻഡ്. ഞാൻ പറയാം ദൈവദാസനെ, നാട്ടിൽ ചെല്ലുമ്പോ അവിടെ ശുശ്രൂഷിക്കാൻ. ഞാൻ പറഞ്ഞു, നോ. റെക്കമെൻഡ് ചെയ്തിട്ട് ഈ വചനം എടുത്തൊരു പരിപാടി എനിക്ക് വേണ്ട. ദൈവം കാഴ്ചപ്പാട് തരും. ദൈവം ആളുകളുമായി നിന്നെ കണക്ട് ചെയ്യും. രാജ്യങ്ങളിൽ ഞാൻ ഉദാഹരണം പറയാം. ആഫ്രിക്കയുടെ വിഷന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇന്ന് പകൽ സൗത്ത് ആഫ്രിക്കയിലുള്ള പാസ്റ്റർ ഇവിടെ കൊടുത്തു. കണക്ഷൻ നോക്കി. ഒരേ വേദിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പല ഭൂഖണ്ഡങ്ങളിലായിരുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞു. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഒരു പൊട്ടനെ പോലെ, PhD കാരനെ പോലല്ല, അറിവ്, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ അറിവ് ചീർപ്പിക്കുന്നതാണ്. അറിവ് ചീർപ്പിക്കുന്നു. ഇവിടെ ഇരിക്കുന്നവരെല്ലാം നല്ല അറിവും വിദ്യാഭ്യാസം ഉള്ളവർ. ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിന് വേണം. പക്ഷേ ഇതിനപ്പുറത്തോട്ടുള്ള അറിവുകൾ ചീർപ്പിക്കുക. ഒത്തിരി അറിയാതിരിക്കുന്ന നല്ല ദൈവങ്ങൾ. യേശുവിനെ അറിയുക, സർവശക്തനായ ദൈവത്തെ അറിയുക, യേശുവിന്റെ സ്നേഹത്തെ അറിയുക, മഹത്വത്തെ അറിയുക, വചനം അറിയുക. ഈ വചനം നിന്നെ ഉയർത്താനിടയായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
നീ പലർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്കാ. മെഫീബോശേത്ത് ശബ്ദമായ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. പക്ഷെ മെഫീബോശേത്തെ ചില സമയങ്ങൾക്കപ്പുറം നീ ഒരു എക്സ്ക്ലമേഷൻ മാർക്കായിട്ട് മാറാൻ പോകും. ചിലരോടൊക്കെയുള്ള ദൈവത്തിന്റെ ഒരു ദൂത, നീ ഒരു ആശ്ചര്യ ചിഹ്നമാകാൻ പോകും നിന്റെ കുടുംബത്തിൽ. എനിക്കറിയത്തില്ല നീ ഏത് ലെവലിലാണ് വന്നിരിക്കുന്നത്, പക്ഷേ ഈ ദൂത കേൾക്കുമ്പോ അവരോർക്കറിയാം ആരുടെ തലേ കൈവെക്കാൻ ഇത് സമയമില്ല. ഇതെല്ലാവർക്കും വേണ്ടി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നിന്നോടാണ്. ക്വസ്റ്റ്യൻ മാർക്കായിട്ടിരിക്കുന്ന പലരുണ്ട് ഈ ദേശത്ത്. കഴിഞ്ഞ നാളുകളിൽ നീ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടിരുന്നെങ്കിൽ നീ ഒരു ആശ്ചര്യ ചിഹ്നമാകാൻ പോകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കയ്യും കാലും കെട്ടി നന്മ കാണരുതെന്ന് പറഞ്ഞ റൂമാലും കൊണ്ട് കെട്ടി അടക്കം ചെയ്ത് 4 ദിവസമായി നാറ്റം വമിച്ചവന് അടുത്ത അധ്യായത്തിലും 2-ാം വാക്യത്തിൽ പന്തിയിൽ ഇരുന്നെന്ന്. കെട്ടിവെച്ചവന്മാർ അറിഞ്ഞില്ല ഇവൻ പന്തിയിലിരിക്കുമെന്ന്. പ്രതികരിച്ചോ, ദൂത് മനസ്സിലായെങ്കിൽ പ്രതികരിച്ചോണ്ട് അടങ്ങിയിരിക്കുന്നു. നിന്റെ കയ്യും കാലും കൂച്ചിക്കെട്ടി കണ്ണുകൊണ്ട് നന്മ കാണാതെ റൂമാല് കൊണ്ട് നിന്റെ കണ്ണിനെ കെട്ടി നീ നാറ്റം വമിച്ചെന്ന് നിനക്കുള്ള പ്രിയപ്പെട്ടവര് പോലും പറഞ്ഞു. ലാസന്റെ സഹോദരിയാ പറഞ്ഞത്. നാറ്റം വെച്ചു. നീ ഒരു സാധ്യതയും ഒരു ചാൻസും ഇല്ല. നിന്റെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ അഴി. നമുക്കറിയാം 4 ദിവസമായി മരിച്ച ഒരു വ്യക്തി നാറ്റം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ചാൻസും ഇല്ല. പക്ഷെ തമ്പുരാന്റെ മഹത്വം പുനരുത്ഥാനത്തിന്റെ ശക്തി, പവർ ഓഫ് റിസറക്ഷൻ നിന്നെ കെട്ടിയവർക്കറിയത്തില്ല. നിന്റെ കണ്ണ് കെട്ടിവെച്ചവർക്കോ നിന്റെ കൈ കെട്ടിവെച്ചവർക്കോ റൂമാല് കൊണ്ട് നിന്റെ കണ്ണ് കെട്ടി അമ്മയെ തടഞ്ഞവർക്കറിയത്തില്ല. നീ പന്തിയിലിരിക്കാൻ പോവുക. നിന്നെ പന്തിയിലിരിക്കുന്ന ഒരു സ്വഭാവം നീ പന്തിയിലിരിക്കാൻ പോകും. കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഒരു പന്തിയിലിരിക്കാൻ പോവാ. എനിക്കൊരു പന്തി ഒരുങ്ങുന്നുണ്ട്. ഞാൻ വന്നിട്ടല്ലാതെ കാട്ടിക്കിടക്കുന്നവൻ, സിദ്ധത്തിനോട് മല്ലടിച്ചവൻ, കരടിയോട് മല്ല് പിടിച്ചവൻ വന്നിട്ടല്ലാതെ കുടുംബത്തിനകത്ത് പന്തി ഭോജനം നടക്കേണ്ട. നീ വന്നേ പറ്റൂ. ചില കാര്യങ്ങൾക്ക് നീ നിന്റെ ഭവനത്തിൽ ചെല്ലാൻ പറ്റും. ചില കാര്യങ്ങൾക്ക് നീ നിന്റെ ഭവനത്തിൽ എത്തിയാൽ നിന്റെ ആളായി ചിന്തിക്കാൻ പോകും. ചില സുപ്രധാന തീരുമാനങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് നടക്കാൻ പോകുന്ന ചില സുപ്രധാന തീരുമാനങ്ങൾക്ക് ദൈവം നിന്നെ ആളയച്ചു വരുത്താൻ പോകും. എവിടെ നിന്നെ ഓടിച്ചോ, എവിടെ നിന്നെ മാറ്റി നിർത്തിയോ, നീ ഇനി ഇതിനകത്ത് കേറി പോകരുതെന്ന് എവിടെ പറഞ്ഞോ അവിടെ നിന്നെ വിളിക്കാൻ പോകും. വിശ്വാസമുണ്ട്. ഇത് ഞാനല്ല പറഞ്ഞ വചനം പറഞ്ഞു. ഇവരെ കാട്ടിക്കൊണ്ട് വിട്ടപ്പോഴേ, ആടിനെ മേയ്ക്കാൻ കാട്ടിക്കൊണ്ട് വിട്ടപ്പോഴേ വിട്ടവർക്കൊരു ചിന്തയുണ്ടല്ലോ, അവൻ തീർന്നെന്ന്. സിംഹത്തിനോട് അവന് ജയിക്കാൻ പറ്റുമെന്നോ കരടിയോട് ജയിക്കാൻ പറ്റുമെന്നോ അവർക്കറിയില്ല. നിന്നെ എവിടെ തള്ളിക്കളഞ്ഞാലും ജീവിതത്തിൽ ചതഞ്ഞ ഓടയുണ്ടെങ്കിൽ, പുകയുന്ന തിരിയാതെ കെടുത്തിക്കളയാത്തവൻ നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം, തകർത്ത് കളയാത്തവൻ നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. പുകയുന്ന തിരിയെ കെടുത്താത്ത സ്വർഗം, ചതഞ്ഞ ഓടയെ ഒടിക്കാത്ത സ്വർഗം നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം. യോശുവയോട് പറഞ്ഞ പോലെ നിന്റെ ജീവകാലത്തോരും മനുഷ്യൻ നിന്റെ നേരെ നിൽക്കാൻ. വചനം പറഞ്ഞ അത് അങ്ങനെ തന്നെ. ഊവെന്ന് പറഞ്ഞാൽ ഊവം, ഹല്ലേലൂയ. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പൊ ലാസറിനെ നോക്കിക്കേ, നഷ്ടം വെച്ചു, എല്ലാ വിശ്വാസവും പോയി, ദൈവമഹത്വം ഒന്നും കാണുന്നില്ല. ഇവനെ കെട്ടിവെച്ച ആളുകളുണ്ട്, കയ്യും കാലും കെട്ടി, നന്മ കാണാതെ ഇവൻ തീർന്നു.
ഉമ്മാല കൊണ്ട് കെട്ടി. തമ്പുരാൻ ആദ്യം എന്തുവാ ചെയ്തെന്നറിയാമോ? ആദ്യം എന്തുവാ ദൈവം ചെയ്തേ? അവന്റെ കെട്ടഴിക്കാനാ പറഞ്ഞത്. എന്താണെന്നറിയാമോ? ഉമ്മാന്റെ കെട്ടഴിഞ്ഞെങ്കിലേ ചുറ്റുമുള്ളതൊക്കെ ഒന്ന് കാണാൻ പറ്റും. എന്റെ മുന്നിലുള്ള നന്മകളെ, ആത്മീയ ഭൗതിക നന്മകളെ നിനക്ക് ദർശിക്കണമെങ്കിൽ പൈശാചികൻ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകളെന്ന് പകരം ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇതൊരു ഡെലിവറൻസ് ചർച്ചാണ്. ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവ് ആരാധന വെളിപ്പെട്ടപ്പോൾ അവിടെ എന്റെ ഉള്ളിൽ ദൈവം തന്ന ആ ഒരു എഴുത്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വലിയ സയൻസ് ആൻഡ് വണ്ടേഴ്സ് ഈ ദേശം കാണാൻ പോയി. സഭ വലിയ ഡെലിവറൻസ്, ആന്തരികമായ വലിയ ദൈവ പ്രവർത്തികൾ, ഇന്നർ ഹീലിംഗുകൾ, രോഗികൾ കടന്നു സൗഖ്യമാകാൻ പോകും. ഇന്ന് പകലത്തെ ആരാധനയിൽ രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുടെ മേലായിരുന്നു അവർ. വിശ്വാസമുണ്ട്. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അങ്ങനെയെങ്കിൽ നീ ഒന്ന് വിശ്വസിച്ച് നീ തഴയ്ക്കാൻ പോവുക, നീ പൂക്കാൻ പോവുക, നീ ഫലം കായ്ക്കാൻ പോവുക. പരസ്പരം കൈ കൊടുത്തിട്ട് പറഞ്ഞ ഞാൻ തഴയ്ക്കാൻ പോവാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ എങ്ങനെ ഒരു ഭാഗമുണ്ട്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം, ഹല്ലേലൂയ, ഞാൻ തഴയ്ക്കാൻ പോവാന്ന് പറഞ്ഞു. പരസ്പരം കൈ കൊടുത്തിട്ട് പറഞ്ഞു. പിണക്കമൊന്നുമില്ല, കൈ കൊടുക്കണം. ഇനി പിണക്കമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കൈ കൊടുക്കണം. ആരെങ്കിലും പിണക്കമുള്ള, എല്ലാവരും എനിക്ക് അറിയത്തില്ല, പലരെയും ഞാൻ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കണ്ടവരുണ്ട്. നിർബന്ധിക്കുന്നില്ല. കൈ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞേ ഹൃദയത്തിൽ. എന്താണെന്നറിയാമോ? ഞങ്ങളൊക്കെ ഇത് ഡെയിലി ഇങ്ങനെ പറയുന്നോണ്ടാ ഇവിടെ നിൽക്കാൻ ദൈവം അനുവദിക്കുന്നു. ഇത് നമ്മൾ പറയണം. വിശ്വാസ പ്രഖ്യാപനം. നീ കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല. ഞാൻ 2013 കുവൈറ്റ് ചെല്ലുമ്പോൾ 1 വർഷത്തോളം ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് ധാരാളം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ദൈവദാസന്മാരുടെ കൂടെ സമയം ചെലവഴിക്കാനിടയായി. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, യാതൊരു ജോലി സാധ്യമില്ല, തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. അന്ന് രാത്രി എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. രാത്രി 2 മണിയായപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് എന്നോട് ഇടപെട്ട വചനമാണ്, മകനെ, നീ കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, എന്നാൽ നീ കുഴിയെ വെട്ടാൻ തയ്യാറായാൽ ഞാൻ അതിനെ നിറയ്ക്കാൻ വിശ്വസ്തൻ. ആ വാക്യങ്ങൾ ഞാൻ എപ്പോഴും ഉരുവിടാറുണ്ട്. നീ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എന്നാൽ 2 രാജാക്കന്മാരുടെ പുസ്തകം ഒന്നെടുത്ത് നിങ്ങളുടെ ഒരു മോട്ടിവേഷന് വേണ്ടി ഞാനത് പറയുക. ഈ വചനമൊക്കെ സമയം പോലെ നിങ്ങൾ വായിക്കണം. വായിച്ചാട, ഉറക്ക വായിച്ചാട, മൈക്കിലൂടെ വായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വായിക്കണം. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികളെ വെട്ടുവിൻ, നിങ്ങൾ കാറ്റു കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ആ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്ന ദേവാസനെ, ഈ താഴ്വര ദൈവം വെള്ളം കൊണ്ട് നിറയ്ക്കും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ആടുമാടുകളും, നിങ്ങളെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നവർ, നിങ്ങളുടെ ആടുമാടുകളും മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം. എത്ര പേർക്ക് അതിന്റെ ആത്മീയ അർത്ഥം മനസ്സിലായി? ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ശ്രമിച്ചാണ് നിങ്ങളുടെ യാതൊരു സാധ്യത, ഒരു പക്ഷേ ഒരു സൈനിനും യാതൊരു ചാൻസ് നിങ്ങൾ കാണത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ശക്തമായി പറയുന്നു, ഈ ദേശത്തിന് വലിയൊരു ദൈവിക മഹത്വം അറിയുന്നുണ്ട്. എവിടെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ, എവിടെ ഗ്ലോറി ഇറങ്ങിയിട്ടുണ്ടോ, വലിയ ദൈവപ്രവർത്തികൾ, വീര്യപ്രവർത്തികൾ, അത്ഭുത പ്രവർത്തികൾ നടന്നിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയണം, അനുദിനം വായിക്കണം ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ, ഞാൻ തഴയ്ക്കും, ഞാൻ പൂക്കും, ഞാൻ ഫലം കായ്ക്കും, ഞാൻ അനേകർക്ക് അനുഗ്രഹമായി മാറുമെന്ന് പറയും. അതിന്റെ 14-ാം അധ്യായം 5-ാം വാക്യം വായിച്ചാണ്. മഞ്ഞ് എന്തിനെയാ കാണിക്കുന്നത്? ഫ്രഷ്നെസ്.
നിന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഫ്രഷ്നസ് ദൈവം തരാൻ പോവാ കേട്ടോ. ഉണങ്ങിയിരുന്ന അവസ്ഥകൾ, വരണ്ടിരുന്ന അവസ്ഥകൾ, എൽസ്കേനോട് ചോദിച്ചാൽ അറിയാം, അസ്ഥിയുടെ താഴ്വര വരണ്ട, യാതൊരു സാധ്യതയില്ലാത്ത ഒരു ശവക്കോട്ടല്ല എൽസ്കേ എന്ന് പ്രവചിക്കുന്നു. നമുക്കൊക്കെ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇഷ്ടം പോലെ ഹോളുകളായി ഇഷ്ടം പോലെ വിശ്വാസികളുണ്ട്. ഞങ്ങളിവിടെ പുൽപ്പറ്റയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങളാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ആരോടാ പ്രസംഗിക്കുന്നത്? ഞങ്ങളിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ, നിങ്ങളോട് പ്രസംഗിക്കാൻ ദൈവം തരുന്ന വചനങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ അത് ഏറ്റെടുക്കുമ്പോൾ അവിടാണ് ഗ്ലോറി മാനിഫെസ്റ്റേഷൻ നടക്കുന്ന വലിയ ദൈവപ്രവൃത്തി നടക്കുന്നത്. എസ്കേലൊക്കെ ഡ്രൈലാൻഡിൽ നിന്നോണ്ട് ഉണങ്ങിയ അസ്ഥിയോടെ പ്രവചിച്ചു. എന്നാൽ പിന്നത്തേതിൽ അതിനെ വലിയ സൈന്യമാക്കി നിവർത്തി നിർത്തി. അങ്ങനെയെങ്കിൽ ഒരു വലിയ സൈന്യമായി ദേശത്ത് ദൈവം നിർത്തും. അതുമാത്രമല്ല, അതിന്റെ തുടർന്ന് താഴോട്ട് വായിച്ചാട്ടെ, 5, 6 വാക്യങ്ങൾ, 7 വാക്യങ്ങൾ വായിച്ചാട്ടെ. ആമേൻ. പറഞ്ഞേ, കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഞാൻ പടരാൻ പോവാന്ന് പറഞ്ഞേ. എന്റെ കൊമ്പുകൾ പടരാൻ പോവാ, ദേശത്തിന്റെ ഞാൻ പടരാൻ പോവാ. എന്റെ കുടുംബം, നിങ്ങളുടെ കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഈ ദേശത്ത് ഞാൻ പടരാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ തഴയ്ക്കാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ പടരും, ഞാൻ തഴയ്ക്കും, ഞാൻ ഫലം കായ്ക്കും, അനേകർക്ക് ആശ്വാസം. അഹരോന്റെ വടി തളർത്തു ഒറ്റ രാത്രി കൊണ്ടാ, ഒറ്റ രാത്രി. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു. ഒരു ബദാം വൃക്ഷം കായ്ക്കണമെങ്കിൽ പാസ്റ്റർ പിന്നെ സമയം പോലെ പറയും എത്ര വർഷം എടുക്കുമെന്ന്. ഒരു ബദാം വൃക്ഷം അതിൽ ഫലം വരണമെങ്കിൽ വർഷങ്ങൾ. ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വടി. ഈ തിരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിൽ അധികം സമയമൊന്നും വേണ്ടത്. ദൈവത്താൽ തിരഞ്ഞെടുത്തവനാണെങ്കിൽ നിന്റെ വടി കായ്ക്കാൻ, നിന്റെ വടി പൂക്കാൻ, നിന്റെ വടി ഫലം കായ്ക്കാൻ, അനേകർ അതിൽ നിന്ന് ഭക്ഷിക്കാൻ അധികം സമയം വേണ്ടതാ പറഞ്ഞതിനർത്ഥം. മോനെ, നീ കായ്ക്കാൻ പോകും. നീ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കും. നീ അറിയാത്ത സ്റ്റേജുകളിൽ ദൈവം നിന്നെ നിർത്തും. നീ കണ്ടിട്ടില്ലാത്ത ദേശത്ത് ദൈവം നിന്നെ നിർത്തും. യോശുവയോട് പറഞ്ഞ വാഗ്ദത്തം പോലെ നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്നെ നേരെ നിൽക്കത്തില്ല. പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞു. നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവെന്നെ നിർബന്ധിക്കുന്നു. എന്റെ സമയം കഴിഞ്ഞു, എങ്കിലും ഇത് പറയാതെ പോകാൻ എനിക്ക് തരമില്ല. ഇന്നിത് ആരൊക്കെ ഹൃദയത്തിൽ ആ വിശ്വാസത്തിൽ ഏറ്റെടുക്കുമോ, ദൈവഹിതമെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പം നിങ്ങൾ പൂത്തു നിൽക്കുന്ന ഞാൻ പറയുന്ന ഓരോ വാചകത്തിലും വാല്യൂ, എന്റെ ഓരോ നിമിഷത്തിലും വിലയുള്ള മനുഷ്യനില്ല. നിങ്ങളെ പോലെ തന്നെ എന്റെ ഓരോ നിമിഷത്തിലും വില കൽപ്പിക്കുന്ന വ്യക്തി. വചനം ദൈവസഭ എന്ന് പറയുന്നതാ, വൃഥാ പറയുന്നതല്ല. അതതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല. നീ പൂക്കുമെന്ന് പറഞ്ഞാൽ പൂക്കും, നീ കായ്ക്കുമെന്ന് പറഞ്ഞാൽ കായ്ക്കും, നീ തളിരിടുമെന്ന് പറഞ്ഞാൽ തളിരിടും. അനേകർക്ക് നീ ഒരു ആശ്വാസമാകാൻ പോകും. കാരണം യെശയ്യാ പ്രവാചകൻ 66-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ അവർക്ക് നദി പോലെ സമാധാനം ഒഴുക്കി തരാം. എത്ര പേർ സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്? ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും ജീവിതത്തിൽ സമാധാനമില്ലാത്ത ആരെങ്കിലും ഉണ്ട്? നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഈ വചനം ചൊല്ലി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് കുടിപ്പാൻ ഞാൻ അവൾക്ക് നദി പോലെ സമാധാനം, കവിഞ്ഞൊഴുകുന്ന തോട് പോലെ ജാതികളുടെ മഹത്വം നീട്ടിക്കൊടുക്കും. നിന്നെ പാർശ്വത്തിൽ എടുത്ത് ലാളിക്കാൻ പോവാ കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ പാർശ്വത്തിലെടുത്ത്, നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല, നിന്നെ ലാളിക്കാൻ ആരുമില്ല. ഒറ്റപ്പെട്ട അവസ്ഥ, പത്മോസിന്റെ അവസ്ഥ, വിഷപ്പാമ്പുകളുടെ ഇടയിലാണെന്നൊരു തോന്നൽ നിനക്കുണ്ടോ? മരുഭൂമിയിലാണോ നിനക്കൊരു തോന്നലുണ്ടോ? എന്നാൽ നിന്നെ കൃത്യമായി ദൈവം നിന്നോട് ഇടപെടാൻ പോവുക. നിന്നോട് ഇന്ന് പകൽ കൃത്യമായി സംസാരിച്ച ദൈവം നിന്നെ ലാളിക്കാൻ പോവുക. നീ ആശ്വാസം പ്രാപിക്കാൻ പോവുക. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ദൈവകരത്തിൽ നേൽപ്പിച്ചു കൊടുക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ എഴുന്നേറ്റുന്ന ഒരു പാട്ടിന്റെ 2 ഈരടികൾ, എന്നെ സന്തോഷിപ്പിച്ച ഒരു പാട്ട്, 2 ഈരടികൾ പാടും.
Lord. Hallelujah. Praise Jesus. Hallelujah. 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 Yes. ഞങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട്, എന്ത് കണ്ടിട്ട്? നീ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കുന്നത് കണ്ടിട്ട് നിന്റെ ഹൃദയം സന്തോഷിക്കാൻ പോകും. നിന്റെ അസ്ഥികൾ ഇളം പുല്ല് പോലെ തഴയ്ക്കാൻ പോകും. ഒരുപക്ഷെ നീ ഇപ്പോൾ നിന്റെ അസ്ഥിയൊക്കെ വരണ്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. പക്ഷേ നിന്റെ കണ്ണിന്റെ ശോഭ മങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ അസ്ഥി ഇളം പുല്ല് പോലെ തഴയ്ക്കും. നിന്റെ അസ്ഥി ഇളം പുല്ല് പോലെ തഴയ്ക്കാൻ പോവാ. Hallelujah. 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 കർത്താവേ, എന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ ഞാൻ ഭാരപ്പെടുന്നു. എന്റെ ഭവനത്തിൽ നദി പോലെ സമാധാനം ഒഴുകും. എന്റെ ഭവനത്തിൽ നദി പോലെ ദൈവം സമാധാനം ഒഴുകി തരണമെന്ന് പ്രാർത്ഥിച്ചാണ്. ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്താണ്. പറഞ്ഞാണ് ഞാൻ തഴയ്ക്കാൻ പോവാ, പൂക്കാൻ പോവാ. ഹല്ലേലൂയ. നിന്റെ ഉള്ളം ക്ഷീണിക്കുന്ന സമയത്ത് ഹല്ലേലൂയ നിന്നെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. Glory to God. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ, ജീവന്റെ ജീവനാണവൻ. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ, ജീവന്റെ ജീവനാണവൻ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധി. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ. Yes, hallelujah. Yes. Oh, hallelujah. നാഥൻ സന്നിധി വീഴുമ്പോൾ താഴുമേ പ്രിയൻ. കരയുമ്പോൾ വീഴുമ്പോൾ താഴുമേ പ്രിയൻ. കരയുമ്പോൾ തോളിലേറ്റും കണ്ണീരപ്പം കണ്ണീരൊപ്പുന്ന ഒരു ദിവസമുണ്ട്. നിന്നെ തോളിലേറ്റി ചുമക്കുന്ന ഒരു ദിവസമുണ്ട്. നീ ഒറ്റപ്പെട്ടവരല്ല, നീ അനാഥരല്ല. നിന്റെ ഉള്ളം ക്ഷീണിക്കുമ്പോ ഞാൻ പാടും യേശുവിൻ ഗീതം. ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധി. ചിറകിൽ ഞാൻ ദൈവത്തിന് അല്പസമയം സ്തോത്രം ചെയ്തിട്ട്
എല്ലാ പ്രിയപ്പെട്ടവരോടെ ചേർന്ന് കരങ്ങൾ രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് ശക്തമായ സന്ദേശം ദൈവദാസനിലൂടെ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ഒരു പ്രസംഗമല്ല, അതിലുപരിയായി ദൂതുകൾ നിറയുന്ന ദൂതുകൾ അതിനകത്തുണ്ടായിരിക്കും. എല്ലാവരോടും ആർത്ത് വിളിച്ച് എത്രയും ശബ്ദം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ഈ പുഴയുടെ അക്കരെ കേൾക്കത്തക്കവണ്ണം, അത്രയും പറയുമ്പോ കാര്യം മനസ്സിലായി. പുഴയുടെ അക്കരെ കേൾക്കത്തക്കവണ്ണം, ചില ഇരിപ്പിടങ്ങൾ മറിയത്തക്കവണ്ണം എല്ലാവരുടെ കാര്യം കുറിച്ച് ആർത്തൊന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദേശം മുഴുവൻ നടുങ്ങത്തക്കവണ്ണം നിർത്താതെ ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. കർത്താവേ, ഞങ്ങളുടെ നടുവിൽ വന്ന ഞങ്ങളുടെ ദാസനിലൂടെ ഞങ്ങളോട് സംസാരിച്ചു. ആ സന്ദേശം കൊണ്ട് ഞങ്ങളെ സമർപ്പിക്കുക യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ